മലയാളത്തിന്റെ അമേരിക്കൻ സ്വരം. ഞാൻ നിങ്ങളുടെ പ്രിയ ഷിബി ഓൺ എ മിഷൻ ടു സ്പ്രെഡ് സ്മൈൽ, ജോയ് ആൻഡ് പോസിറ്റിവിറ്റി. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഓൾ ദ വേ ഫ്രം കേരള, ശ്രീമൻ ജെറി പൂവക്കാല. നമസ്കാരം. എല്ലാവരോടും ഒപ്പം ഇന്ന് അമേരിക്കൻ സ്വരം അല്ലെങ്കിൽ അമേരിക്കയിലെ മലയാളികളുടെ സ്വരമായ മല്ലു ടൊഫെ. ഇതിനകം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ്. പോസിറ്റീവ് പറഞ്ഞാൽ പല റേഡിയോ സ്റ്റുഡിയോ പോയിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് കിട്ടുന്ന ഒരു വൈബ് ഷിബി അത് സല്യൂട്ട് ചെയ്യുന്നുണ്ടോ. അതും അമേരിക്ക മണ്ണിൽ കാലുറപ്പിച്ചുകൊണ്ട് ഇത്രയും ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ ഷിബിക്ക് കഴിഞ്ഞതിൽ ഞാൻ പല പ്രാവശ്യം ഇത് What a beautiful song. അതെ, ഇത് മലയാളത്തിന്റെ അമേരിക്കൻ സ്വരം. വെൽക്കം ബാക്ക് ടു മലിക് എഫ് എം മലയാളം റേഡിയോ. ഞാൻ നിങ്ങളുടെ പ്രിയ ഷിബി ഓൺ എ മിഷൻ ടു സ്പ്രെഡ് സ്മൈൽ, ജോയ് ആൻഡ് പോസിറ്റിവിറ്റി. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീമാൻ ജെറി പൂവക്കാല. ഹീസ് എ റൈറ്റർ എന്ന് പറയുമ്പോൾ അതിന് മുമ്പേ ലൈക്ക് അദ്ദേഹത്തിന് ഒരുപാട് തൂവലുകൾ അദ്ദേഹത്തിന്റെ കിരീടത്തിനുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു സേ ഹീസ് എ പാസ്റ്റർ. പാസ്റ്റർ ജെറി എന്ന് വിളിക്കേണ്ട എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എല്ലാരും എന്നെ പൂവക്കാലാണ് വിളിക്കുന്നത്. എന്തും വിളിക്കാം. എന്റെ ആദ്യത്തെ ഒരു സംശയം എന്ന് പറയുന്നത്, you are a pastor, but your face, you know, like I see you in like a secular രംഗത്താണ് തങ്ങളുടെ മുഖം കൂടുതലായി കാണപ്പെടുന്നത്. അത് ഒരു കോൺട്രോവേഴ്ഷ്യൽ കാര്യല്ലേ? അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. തീർച്ചയായിട്ടും. അതിന് തൊട്ട് നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ല. താങ്കളുടെ മുഴുവൻ പേരെന്താണ്, നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്, നാട്ടിലെവിടെയാണ്, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും. ആഞ്ഞിലിത്താനം എന്ന് പറയുന്ന മലയാളികൾക്ക് പോലും പറയാൻ പ്രയാസമുള്ള ആഞ്ഞിലിത്താനം എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. പത്തനംതിട്ട ജില്ലയിലെ വളരെ കുറച്ചു പേർ തിങ്ങി പറക്കുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് ആണ് ഞാൻ ഇന്ന് ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ എഴുത്തുകൊണ്ട് കുറെ മലയാളികൾക്കെങ്കിലും, എല്ലാവർക്കും അല്ലെങ്കിലും നല്ലൊരു ശതമാനം മലയാളികൾക്ക് എഴുത്തിന്റെ ആ ഒരു അവസ്ഥയിൽ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, എന്തുകൊണ്ടാണ് ഒരു സെക്കുലർ മുഖം ഒരു പാസ്റ്റർ എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അത് തന്നെയാണല്ലോ എന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ
ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും, അല്ലാതെ എന്റെ മാത്രമാണ് ഗോഡ്. ഗോഡ് ഈസ് എവരിവൺസ്. അല്ലെ എന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ എന്റെ പള്ളിക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ കഴിയുന്ന, അല്ലെ എന്റെ മതത്തിന് ഇട്ടുകൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരാളല്ല ഗോഡ്. ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ആണ്. സകല മനുഷ്യർക്ക് വേണ്ടി, സകല മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന, സകല മനുഷ്യന്മാർക്കും ജീവിതം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന, എല്ലാവരെ കുറിച്ചും പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുന്ന, അതാണ് ഗോഡ് കോൺസെപ്റ്റ്. അപ്പൊ ആ ഗോഡ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ വേലിക്കെട്ടുകളിൽ വിശ്വസിക്കുന്നില്ല. മനുഷ്യരെല്ലാവരും ഒന്നാണ്, മലയാളികൾ നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മൾ എല്ലാവരുടെയും ശരീരത്തിൽ കൂടി ഓടുന്നത് ഒരു രക്തമാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പലപ്പോഴും സിമിലർ ആണ്. നമുക്ക് എല്ലാവർക്കും വേദന എടുക്കാറുണ്ട്, നമുക്ക് എല്ലാവർക്കും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്, നമുക്ക് എല്ലാവർക്കും സന്തോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ വേലിക്കെട്ടുകളെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. സോ ഞാൻ RJ ഷിബിയെ കാണുന്നത് പോലെ തന്നെയാണ് ലോകത്തിലുള്ള എല്ലാ മലയാളീസിനെയും, എല്ലാ അമേരിക്കൻസിനെയും, എല്ലാ ആഫ്രിക്കൻസിനെയും എല്ലാവരെയും കാണുന്നത് ആ അദൃശ്യനായ ദൈവത്തിന്റെ പൊന്നു കുഞ്ഞായിട്ട് ആണ് കാണുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇന്നാള് സ്പെഷ്യൽ കുഞ്ഞാണെന്നോ, അല്ലെ ഞങ്ങൾ മാത്രമാണ് സ്പെഷ്യൽ എന്നോ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് എന്റെ ജീവിതത്തിൽ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ഓരോരുത്തരും സ്പെഷ്യലാണ്. എനിക്ക് ആ പോയിന്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം താണഭൂമിയിൽ ഇറങ്ങി വന്ന്, സ്വർഗത്തിൽ നിന്നല്ല നമ്മളെ സ്നേഹിച്ചത്, മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈവൻ I'm a Jesus ഭക്തൻ, ഞാൻ യേശു ഭക്താണ്. I don't believe in religion. Okay? Sometimes I say I have to come out from religion. റിലീജിയനിൽ നിന്ന് പുറത്തു വന്നാലേ എനിക്ക് യഥാർത്ഥ എന്റെ ഗുരുവിനെ, അല്ലെങ്കിൽ എന്റെ ദൈവത്തെ, എന്റെ ആ ദൈവത്തെ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. ദൈവം റിലീജിയനിൽ ഒതുങ്ങിയിട്ടില്ല എന്റെ കോൺസെപ്റ്റിൽ. സോ ഞാൻ ചില സമയങ്ങളിൽ പറഞ്ഞത് ഭയങ്കര വിവാദമായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞൊരു വലിയ വിവാദമാണ്, Christians should come out from Christianity, the religion of Christianity, to see real Jesus. അതായത് ഈശോയെ യഥാർത്ഥമായി കാണണമെങ്കിൽ മതത്തിൽ നിന്നാലൊന്നും പറ്റത്തില്ല. കാരണം മതത്തിൽ വേലിക്കെട്ടുകളാണ്. അപ്പൊ എല്ലാവരുടെയുമാണ് ദൈവം, എല്ലാ സമൂഹത്തിന്റെയുമാണ് ദൈവം. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് വന്നപ്പോൾ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് ലൈഫ് ഓഫ് ജീസസ് ആണ്. ഞാനിപ്പോ ജീസസ് ഭക്താന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെ ഞാൻ പറയട്ടെ. കാരണം ആ സ്വർഗത്തിലിരുന്ന ജീസസ്, ഞാൻ എന്റെ ചിന്താഗതി ഞാൻ പറയും, ജീസസ് വാസ് ദ മോസ്റ്റ് മോഡേൺ പേഴ്സൺ. അതായത് അത്രയും സുഖസൗകര്യങ്ങൾ വിട്ട് താണ ഈ ഭൂമിയിലേക്ക് തന്റെ സൃഷ്ടികളായ മനുഷ്യന്മാരുടെ അടുക്കലേക്ക് വരിക മാത്രമല്ല, അത് വെറും മനുഷ്യനല്ല, പാപികളും ഇവിടേക്ക് വന്നിട്ട് മനുഷ്യന്മാരുടെ തോളത്ത് കൈയിട്ട് നടക്കുക. അതും സമൂഹം അവരെ വളരെ, നീ ടാക്സ് കളക്ടറാണ്, അല്ലെങ്കിൽ എന്റെ ലൈഫിനെ ചലഞ്ച് ചെയ്ത് എന്നറിയാമോ ശരി, ചലഞ്ച് ചെയ്തത് സമരിറ്റൻ വുമൺ എന്ന് പറഞ്ഞാൽ ആ കാലത്തെ നമ്മുടെ എല്ലാ മലയാളീസും അല്ല, നമ്മുടെ മലയാളീസ് പൊളിയാണ് കേട്ടോ. പക്ഷെ ചില മലയാളീസ് ഉണ്ട്, ഒന്ന് കല്ല്, എന്തെങ്കിലും ഒരു മനുഷ്യൻ ഒരു വീഴ്ച വന്നാൽ കല്ലെറിഞ്ഞ് അവനെ ആക്രമിക്കും. അതേ ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരു ലേഡി. അപ്പൊ അന്നത്തെ നിയമം ഭയങ്കര സ്ട്രോങ് ആണ്, അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പൊ ഇപ്പോൾ ജീവിക്കുന്നത് ഒന്നാമത്തെ ആളുടെ കൂടെ അല്ല, രണ്ടാമത്തെ ആളുടെ കൂടെ അല്ല, മൂന്നാമത്തെ ആളുടെ കൂടെ അല്ല, നാലാമത്തെ ആളുടെ കൂടെ അല്ല, അഞ്ചാമത്തെ ആളുടെ കൂടെയാണ് ജീവിക്കുന്നത്. അത്രയും. അപ്പൊ ഓർക്കണം, ശരിയാ, നമുക്കാണേലും അവള് പോക്കാം. പക്ഷെ അവിടെ അരികിലേക്ക് വന്നിട്ട് നിനക്ക് വെള്ളം വേണോ, നിനക്ക് ഞാൻ വെള്ളം തരാം. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം ഊട്ടി വന്ന് പറയുമോ, ഇവിടെ കല്ലെറി. ഒട്ടനെ ഈശോ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവിടെ നിൽക്കുന്ന മാന്യന്മാരെ, സോക്കോൾഡ് മാന്യന്മാരാണല്ലോ നമ്മളല്ല, കാരണം നമ്മുടെ അരമന രഹസ്യം ആരും അറിയുന്നില്ല. ചിലരുടെ മാത്രം അത് അങ്ങാടി പാട്ടാകാറുണ്ട്. പക്ഷെ ഈ അരമന രഹസ്യം പുറത്തല്ലാത്തത് കൊണ്ട് ഇവരോട് ഈശോ ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ ധൈര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും എറിഞ്ഞോ? പച്ച മലയാളത്തിൽ പറഞ്ഞ എല്ലാരും കണ്ടം വഴി ഓടി. എന്നിട്ട് ഈശോ അവളെ ചേർത്ത് പിടിക്കുകയാണ്. അതാണ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം. ഞാൻ ഈശോ പൂർണ്ണ ദൈവമായിട്ട് പൂർണ്ണ മനുഷ്യന്റെ രൂപം എടുക്കുകയാണ്. അപ്പൊ ലോകത്തിൽ ജീവിച്ച ഏറ്റവും ദ ബെസ്റ്റ് മാൻ, മനുഷ്യത്വം കാണിച്ച ഈശോയുടെ ഫോളോവേഴ്സ് എന്ത് ചെയ്യണം? അവിടെ അതിർവരമ്പുകളില്ല, വേലിക്കെട്ടുകളില്ല, ഒന്നുമില്ല. എല്ലാ മനുഷ്യരും ആ ഡിവൈൻ, ആ ദൈവ
ദൈവത്തിന്റെ മക്കളാണ് എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ഇപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്ന അടുത്ത ചോദ്യത്തിനും അവിടെ ഉത്തരമായി കഴിഞ്ഞു. താങ്കൾ ഒരു റൈറ്ററാണ്. റൈറ്റർ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ എഴുതുന്ന ഒരു റൈറ്ററാണ്. അതിനകത്ത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾ ഫിലിമി ബീറ്റില്, നാന, വനിത, സിനിമ മാഗസിനുകളിൽ വരെ എഴുതുന്ന ഒരു പാസ്റ്ററായ ഒരു എഴുത്തുകാരനാണ്. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്, ഒരു എന്താ പറയുന്ന ഒരു ആൾക്കാർ എന്നെയും പറയാറുണ്ട് ഒരു ഡ്യുവൽ ഫേസ് ഉണ്ടോ എന്നുള്ളത്. യെസ്, നമുക്ക് ഹൃദയം കൊണ്ട് ഉള്ള ഒരു കണക്ഷൻ വിത്ത് ഗാഡ് നമ്മൾ പറഞ്ഞ പോലെ. ആൻഡ് ദെൻ നമ്മൾ വാട്ട് എവർ വി ഡു സ്പ്രെഡിങ് ആർ ലവ് ടുവേർഡ്സ് ഗാഡ്, അല്ലെങ്കിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന വാട്ട് എവർ ടാലന്റ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് അത് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക്. സോ ഇപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരവായി മിസ്റ്റർ ജെറി. നമുക്കൊരു പാട്ട് കേൾക്കാൻ അടുത്തത്. സോ അമേരിക്കയില് താങ്കൾ ലൈക്ക് വിസിറ്റ് ചെയ്യാൻ ഇത് ആദ്യമായാണ്? ഞാൻ അമേരിക്കയിൽ വരും. ഞാൻ എന്റെ ഒരു വിവിധ പ്രോഗ്രാം ഈ പ്രാവശ്യം വന്നത് ഞാൻ ഒരു ആഫ്രിക്കൻ കോൺഫറൻസിന് പ്രസംഗിക്കാനാണ്. അതിന് പ്രസംഗിച്ചു. അതിനുശേഷം എന്റെ ഹൂസ്റ്റണിലുള്ള കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് കണ്ടിട്ട് അടുത്ത ആഴ്ച എനിക്ക് വളരെ സന്തോഷം എന്ന് മല്ലിക്കഫയുടെ പ്ലാറ്റ്ഫോമിൽ താങ്കൾ ഇതുപോലെ, ബിക്കോസ് ഐ ബിലീവ് ഈച്ച് ഡേ ഓരോ പ്രഭാതവും താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മള് നന്ദി. ഒരു പ്രഭാതത്തിൽ നമ്മുടെ കണ്ണ് തുറന്ന് ദൈവം നമ്മളെ ആ പകല് കാണാൻ അനുവദിക്കുമ്പോൾ നമ്മൾ താങ്ക്ഫുൾ ആയിരുന്നാൽ, അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ ദൈവം നമുക്കൊരു അവസരം തന്നല്ലോ എന്നുള്ളൊരു നന്ദിയോടെ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ട് എവർ, ലൈക്ക് വി ആർ ബ്രീതിങ്, വി ഹാവ് ഫുഡ് ഓൺ അവർ ടേബിൾ ഓർ റൂഫ് ഓവർ അവർ ഹെഡ് ഓർ നമ്മുടെ ഫാമിലി, അല്ലെ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനെല്ലാം നമ്മൾ നന്ദിയുള്ളവരായിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നു തരുന്ന ഒരാളാണ് ഞാൻ. യെസ്, അത് താങ്ക്ഫുൾ ഹാർട്ട്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം പാട്ടിടുകയാണോ അതോ പാട്ടിന് ശേഷം മല്ലിക്കഫെ മലയാളം റേഡിയോ, മലയാളത്തിന്റെ അമേരിക്കൻ സ്വരം. ഞാൻ ഇവിടെ പ്രിയ ഷിബി ഓൺ എ മിഷൻ ടു സ്പ്രെഡ് സ്മൈൽ, ജോയ് ആൻഡ് പോസിറ്റിവിറ്റി. ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്ത് ഒരു പാട്ട് പ്ലേ ചെയ്ത് നമ്മൾ ശ്രീമാൻ ജെറി പൂവക്കാലയിലേക്ക് തിരിച്ചു വരികയാണ്. നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. റേഡിയോ അറ്റ് 103.3 FM മലയാളത്തിന്റെ അമേരിക്കൻ സ്വരം. ന്യൂസ്, മ്യൂസിക്, ഫൺ ആൻഡ് ഫാക്ട്സ് വിത്ത് RJ Shibi and friends. We are powered by Sijo Vadakan, Trinity Texas Realty, now selling in Dubai too. We are co-powered by Renju Raj, Windsor Home Lending, Surface Detox, Shower Care, phone number 281-407-0709. Tribos Peri Peri Chicken, Amira Spa and Salon, Missouri City, Texas. Daily Fresh Delicious Indian Takeout Kitchen, Missouri City, Texas. ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് കൂടി ചുവടുറപ്പിക്കുന്ന സിജോ വടക്കൻ ട്രിനിറ്റി ഗ്രൂപ്പിന് മല്ലിക്കഫയുടെ എല്ലാവിധമായ ആശംസകളും. കഴിഞ്ഞ 16 വർഷമായി ഓസ്റ്റിൻ ടെക്സസിൽ വിജയകരമായ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന സിജോ വടക്കൻ ഒരു മലയാള സിനിമാ നിർമ്മാതാവ് കൂടിയാണ്. We are very proud of you, Sijo, and all the very best with everything you do. Alright, നമുക്ക് ആ പാട്ട് കേൾക്കാം. And the few lines of that song to be a part. ഈ പാട്ടെല്ലാം അല്പം പഴയ പാട്ടാണ്. And then we'll come back to you. Sure.
from somewhere. Oh, really? Stanley is a very good friend of me. No? Such a humble man. From New York, actually. Yeah. വെൽക്കം ബാക്ക് ടു മലയാളം മലയാളം റേഡിയോ, മലയാളത്തിൻ്റെ അമേരിക്കൻ സ്വരം. സോ ശ്രീമദ് ജെറി കോർക്കല അമേരിക്കൻ പര്യടനത്തിലാണ്. തീർച്ചയായിട്ടും. കാരണം ഈ രാജ്യം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ഇടത്തും സംസാരിക്കാറുണ്ട്. കാരണം ഈ രാജ്യത്തിലേക്ക് നമ്മുടെ പിതാക്കന്മാർ 1820-കളിലാണ് ആദ്യത്തെ കുടിയേറ്റം. അത് ഒരുപക്ഷെ ചരിത്രത്തിൽ പോലും ഇല്ലായിരിക്കും. എന്നാൽ 1820-കളിൽ എനിക്കിത് പുതിയ നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്താഗതിയാണ്. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനി 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലുകളിൽ നമ്മുടെ ഭാരതീയരായ ഒരുപറ്റം ജനങ്ങൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവര് ഈ കപ്പലിൽ ജോലിയായിരുന്നു. അങ്ങനെ കപ്പലിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവർ ഈ കാലിഫോർണിയയുടെ അതോടൊപ്പം തന്നെ തീരങ്ങളിൽ വന്ന് അടിഞ്ഞുകൂടിയതായിട്ട് ചരിത്രം വളരെ ശക്തമായി പറയുന്നു. അപ്പം ഈ 1820-കളിൽ ഒരു കുടിയേറ്റം നടന്നു. പക്ഷെ അവിടെ വേദനാജനകം പലരും വളരെ ലോവസ്റ്റ് ലെവലിൽ നമ്മുടെ പിതാക്കന്മാരുടെ ചരിത്രം നോക്കുമ്പോൾ പണിയെടുത്ത് എന്നെ അവിടെ ചില സമയത്ത് കണ്ണിലൂടെ വെള്ളം വരുന്ന സമയത്ത് ചിലരൊക്കെ അടിമകളായിരുന്നു. ആ കപ്പലിൽ അടിമകളായിരുന്നു. അപ്പൊ അവരെ ഈ രാജ്യത്തേക്ക് എത്തിക്കുകയുണ്ടായി. പക്ഷെ അന്ന് ഒരു വളരെ വളരെ ഈ റെക്കോർഡുകളിലൊക്കെ വളരെ ചുരുക്കമുള്ള ചില കുടിയേറ്റങ്ങൾ നടന്നെങ്കിലും ഇവർ കുടിയേറുമെന്ന് കണ്ട 1917 ഒരു കുടിയേറ്റ നിയമം കൊണ്ടുവന്നു. ഇനി ആർക്കും ഇവിടെ കുടിയേറുവാൻ കഴിയത്തില്ല. പക്ഷെ എന്നാലും അന്ന് ആദ്യമായി കുടിയേറിയത് 6 പഞ്ചാബി സഹോദരന്മാരാണ് എന്ന് പറയുന്നത്. എന്നാൽ പക്ഷെ നമ്മുടെ മലയാളികൾക്ക് കുടിയേറ്റം തുടങ്ങിയത് അവിടെ നിന്നല്ല. മലയാളികൾ കുടിയേറ്റം തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യ കുടിയേറ്റം അവിടെ പറയും. ഇപ്പൊ മധ്യ തിരുവിതാംകൂർ മലബാറിലേക്കാണ് ഫസ്റ്റ് കുടിയേറ്റം. നമ്മൾ മധ്യ തിരുവിതാംകൂർ ആയ ആ ഭാഗത്തു നിന്ന് മലബാറിലേക്ക് പോകുന്നു, അവിടെ കുടിയേറുന്നു. രണ്ടാമത്തെ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മലായിക്കാരെന്ന് പറയും. പക്ഷെ കേട്ടോണ്ടോ അറിയത്തില്ല. നമ്മൾ ഇന്ന് പേർഷ്യക്കാരെന്നൊക്കെ പറയുന്ന പോലെ അന്ന് പറയുന്നത് മലായിക്കാരനാ. മലായി ഇന്നത്തെ മലേഷ്യയും സിംഗപ്പൂരും എല്ലാം കൂടെ ഒന്നിച്ച ആ മലായിലേക്ക് നമ്മുടെ ദേശത്തു നിന്നെല്ലാം ഈവൻ എന്റെ കൊച്ചു ടൗണായ തിരുവല്ലയിൽ നിന്ന് പോലും മലേഷ്യയിൽ ആ കാലഘട്ടങ്ങളിൽ കുടിയേറി ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മലേഷ്യ സന്ദർശിച്ചു. ഞാൻ അവരോടൊപ്പം സംസാരിച്ചു. ആദ്യ കുടിയേറ്റക്കാരോടൊപ്പം ഞാൻ കുറച്ച് ചരിത്രമൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ കണ്ണിൽ അവർ ഇപ്പോഴും അവിടെ തലമുറകളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 1920-25 കാലങ്ങളിൽ പോയ മലയാളി കുടുംബങ്ങൾ മലേഷ്യക്കാരായിട്ട് തന്നെയുണ്ട്. അപ്പൊ മലയാളിയിലൊക്കെ പോയി. പിന്നീടാണ് വരുന്നത് പേർഷ്യ. അപ്പൊ നമ്മൾ പറഞ്ഞാ പേർഷ്യക്കാരൻ വന്നു, നമ്മുടെ മാമൻ പേർഷ്യ വരികയാണ്. പേർഷ്യ എന്ന് വന്നു. പക്ഷെ ഈ സമയങ്ങളൊക്കെ സിലോണി പോയി. സിലോണി കുറച്ച് പേര് പോയി. അവിടെ പറയാം, അവിടെ നമ്മൾ പറയുന്നുണ്ട് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ താങ്ക് യു ഷിബി, അത് എനിക്ക് മറന്നുപോയതാണ്. കാരണം ഈ മലബാറിൽ പോയതിനു ശേഷം രണ്ടാമത്തെ കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രാസിലും ബോംബെയിലുമാണ്. ജോലി തേടി പോവുകയാണ്. മദ്രാസിൽ പോകുന്നത് കൂടുതൽ ആൾക്കാരും പോകുന്നത് മിലിറ്ററിയിലാണ്, പട്ടാളക്കാർ. അപ്പൊ നമ്മുടെ നാട്ടിലെ പട്ടാളക്കാര് അങ്ങനെയുള്ളവരൊക്കെ പോകുന്നു. അതിനുശേഷമാണ് ഈ മലയിലേക്ക് പോകുന്നത്. അതിനുശേഷമാണ് ഈ പേർഷ്യയിലേക്ക് ഗൾഫ് കൺട്രീസ്, ഗൾഫുകാരാകുന്നു. ഗൾഫിൽ നിന്ന് നമ്മൾ പോയി അവിടെയും എല്ലാം ഓർക്കണം.
നമ്മൾ ഗൾഫുകാർ നാട്ടിൽ വരുമ്പോൾ ഒരു വലിയ വെട്ടി ചോക്ലേറ്റുമായിട്ടാണ് വരുന്നതെങ്കിലും അവിടെയെല്ലാം നമ്മുടെ പിതാക്കന്മാർ വളരെ വളരെ ബുദ്ധിമുട്ടിൽ കൂടി പോയവരാണ്. അവിടെ ഈ സമയങ്ങളൊക്കെ 1965 അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നമ്മുടെ ഭാരതത്തിന് അല്ലെ ഒരു വഴി തുറക്കുകയാണ്. എന്താണെന്ന് പറയുമ്പോൾ പുതിയൊരു ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് 1965 വരികയും അങ്ങനെയാണ് ഇവിടേക്ക് നമ്മൾ ഒരു മാസ് ഒരു കുടിയേറ്റം വരികയും എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഒരു ഡോക്ടർ തോമസും ഒരു വൈഫിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ ഡോക്ടർ തോമസ് ആണ് ആദ്യം ചരിത്രത്തിൽ പറയുന്നത് ഇവിടെ 1966 ജോലിക്കായി വരികയും നേഴ്സായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ വരികയും അതൊക്കെ ചരിത്ര പുസ്തകത്തിൽ വളരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, രാവിലെ ചരിത്രം പറഞ്ഞാലും ബോറടിപ്പിക്കുകയാണ്. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ വന്ന നമ്മുടെ പിതാക്കന്മാർ പലരും ജോലി ചെയ്തത് കൃഷിയിടങ്ങളിലാണ്. ഓരോ കാലിഫോർണിയയിലും ഫ്രെസ്നോയിലും ഒക്കെ കുറെ ഫാമുകൾ ഉണ്ടായിരുന്നു. അവിടെ രണ്ടാമത്തെ ജോലി ഞാൻ മരം മുറിക്കുക, ഈ മില്ലില് ഈ മരം മുറിച്ച് അവരുടെ തലമുറകൾ വന്ന് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു ശതമാനം ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുകയും നല്ല പോസ്റ്റുകളിൽ ഇരിക്കുകയും നല്ലപോലെ സമ്പാദിക്കുകയും ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ ഈ അമേരിക്കൻ മണ്ണിൽ വന്നതോർക്കുമ്പോൾ ഏറ്റവും വലിയ മോട്ടിവേഷൻ മണ്ണിനോട് യുദ്ധം ചെയ്ത നമ്മുടെ പിതാക്കന്മാരുടെ തലമുറകളായ നമ്മൾ ഓരോരുത്തരും അതാ ഞാൻ പറയാം, എപ്പോഴും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. വന്ന വഴി ഒരുപക്ഷെ നമ്മളൊക്കെ നല്ല സ്വർണ്ണക്കരടിയുമായിട്ടായിരിക്കാം ചിലരൊക്കെ ജനിച്ചത്, പക്ഷേ ഇതല്ലായിരുന്നു നമ്മുടെ അനുഭവങ്ങൾ. നമുക്ക് വേണ്ടി ഈ രാജ്യം തുറന്നു, നമ്മളെ ഈ രാജ്യം സ്വീകരിച്ചു. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യം ചുരുങ്ങിയ ചില വർഷങ്ങൾ കൊണ്ട് ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു രാജ്യമായി ഈ രാജ്യം മാറുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ദൈവമേ നന്ദി. അത് മാത്രമല്ല, ഞാൻ ഇന്നലെ വൈകിട്ട് പറയായിരുന്നു, എന്നോട് ചോദിച്ചു ഇന്നോടെ പരിപാടി, ഞാൻ ഇന്നൊരു മലയാളി മല്ലു കഫേ റേഡിയോയിൽ പോവാണ്. അവർ പറഞ്ഞത് ഈ നാട്ടിൽ വന്ന് നമുക്കൊരു റേഡിയോ, അതായത് നമ്മുടെ ഭാഷയുടെ, അതായത് മലയാള ഭാഷയുടെ ആ മാദക ഭംഗി, മലയാളിയുടെ അമേരിക്കൻ സ്വരമായ മല്ലു കഫേ ഈ ഹൂസ്റ്റൺ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് കൊണ്ടുവരുവാനും എനിക്കും ശുഭിക്കും ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാരോട് അവരുടെ കാതുകളിൽ, ചിലർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, വണ്ടി ഓടിക്കുന്നവരൊക്കെ സൂക്ഷിച്ച് ഓടിക്കണം, അതോടൊപ്പം തന്നെ ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നിപ്പോയി ഇത് നമ്മുടെ കേരളമായിട്ട് സാമ്യമുണ്ട്. എനിക്കൊന്ന് ഇവിടുത്തെ ക്ലൈമറ്റും തീർച്ചയായിട്ടും ഒരുപാട് മലയാളികളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പിന്നെ മലായി പോകണം, നമ്മള് റേഡിയോ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും താങ്കൾ ചെയ്ത പോസ്റ്റിൽ അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങളുടെ മനസ്സിലെ റേഡിയോ ഓർമ്മകൾ പങ്കുവെക്കാൻ. ഇന്ന് നിങ്ങൾക്കും അവസരമുണ്ട് നിങ്ങളുടെ മനസ്സിലെ റേഡിയോ ഓർമ്മകൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് ലൈവിൽ പങ്കുവെക്കാൻ. അമേരിക്കയിൽ നിന്നുള്ള ഒരു ലിസണർ ആണ് അത് പങ്കുവെക്കുന്നതെങ്കിൽ ഞങ്ങൾ ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു സമ്മാനം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്റെ റേഡിയോ ഓർമ്മകൾ എനിക്ക് കൂടുതലും ലൈക്ക് രഞ്ജിനി ആ ഒരു ചലച്ചിത്രഗാന പരിപാടി നമ്മള് ചർച്ചയൊക്കെ കഴിഞ്ഞ് വന്ന് ഞായറാഴ്ച ഉച്ചമണിപ്പിച്ച് കേൾക്കുന്നത് താങ്കൾ അവിടെ ചോദിച്ചിട്ട് ഞാനിപ്പോ ഓണർ ഓർമ്മയാണ്. പിന്നെ ലളിതഗാനങ്ങൾ, അത് പാട്ട് ലളിതഗാനം പഠിപ്പിക്കുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു രാവിലെ സമയത്ത്. എന്റെ പപ്പയുടെ സിസ്റ്റേഴ്സ് ഒക്കെ അതിങ്ങനെ എഴുതിയെടുത്തിട്ട് ഞങ്ങളെ പാട്ട് പഠിപ്പിക്കുന്നതൊക്കെ ഇങ്ങനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഉപരിയായിട്ട് ഇപ്പൊ സിലോൺ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഈ ആകെ അന്ന് ടി വിയും ഒക്കെ ഐ മീൻ 84 ഒക്കെ ആയപ്പോഴത്തേക്ക് ടി വി ഒക്കെ വന്നു തുടങ്ങി. പക്ഷെ നമ്മളിങ്ങനെ റേഡിയോ ട്യൂൺ ചെയ്ത്, ഇത് റേഡിയോ സ്റ്റേഷൻ സിലോണിലായി സ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം. ശ്രീലങ്കയിൽ നിന്നുള്ള സ്റ്റേഷനിൽ തമിഴ് പാട്ടുകൾക്ക് നമുക്ക് കേൾക്കാൻ പറ്റുന്ന, എനിക്ക് കേരളത്തിൽ എല്ലായിടത്തും കേൾക്കാൻ പറ്റുന്ന, എനിക്ക് ഇതിലെ ട്രിവാൻഡ്രം കൊല്ലം സൈഡുകളിലൊക്കെ പ്രത്യേക വളരെ സൈലൻസ് ഉള്ള ചില രാത്രി സമയങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ രീതിയിൽ കേൾക്കാൻ പറ്റും. സോ അങ്ങനത്തെ ഓർമ്മകളാണ് എനിക്ക് റേഡിയോ ഓർമ്മകൾ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്ന് നമ്മുടെ ഫേസ്ബുക്ക് ലൈവിലോ അല്ലെങ്കിൽ നമ്മളെ കോള് വിളിച്ചോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെ റേഡിയോ ഓർമ്മകൾ. ബിക്കോസ് റേഡിയോ ഈസ് എ പവർഫുൾ മീഡിയ. എല്ലാരും പറഞ്ഞു റേഡിയോയുടെ കാലമൊക്കെ കഴിഞ്ഞുപോയി, ഇപ്പൊ ആളുകൾ റേഡിയോയിലേക്ക് മടങ്ങി വരികയാണ്. സോ അതുപോലെ റേഡിയോയുടെ ബ്യൂട്ടി എന്താണെന്നറിയാമോ? റേഡിയോയുടെ ബ്യൂട്ടി നമ്മുടെ സമയം കൊല്ലത്തില്ല. നമ്മൾ ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെവിയിൽ, വണ്ടി ഓടിക്കുകയാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം, വീട്ടിൽ തുണി അലക്കുകയാണെങ്കിൽ അവിടെ വെക്കാം, വയലിൽ പണിയെടുക്കുകയാണെങ്കിൽ അവിടെയും കൊണ്ട് റേഡിയോ വെക്കാം.
നമ്മുടെ സമയം കൊല്ലാതെ അതേ സമയം തന്നെ നമ്മുടെ മനസ്സിനെ എന്റർടൈൻ ചെയ്ത് നിങ്ങൾ യു ആർ സ്പ്രെഡിങ് സ്മൈൽ. കാരണം ഇപ്പൊ ഒരു പാട്ട് കവിതയാണ് ശരിക്കും, ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു ചിരി മതി. നമ്മുടെ ഒരു ചിരി കൊണ്ട് ഒരു ഹൃദയത്തിന് സമാധാനം വരുമെങ്കിൽ, ഒരു മൊഴി, ഞാനത് പലപ്പോഴും മൊഴിയാനാണ് ശ്രമിക്കുന്നത്. എന്റെ ഹൃദയത്തിലുള്ള മൊഴികൾ ഞാൻ ഇങ്ങനെ അതേപോലെ പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഭാഷയിൽ, ചന്തയിലെ ഭാഷയിൽ, ഗ്രാമത്തിലെ ഭാഷയിൽ എഴുതി വെക്കുകയാണ്. ആ ഒരു മൊഴി കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, മരിക്കാൻ തോന്നുന്ന ഒരു മനുഷ്യൻ അത് കേട്ട് പുറത്തോട്ട് വരുന്നെങ്കിൽ ഏറ്റവും വലിയ വായന നിന്നുപോയി എന്ന് പറയുന്ന ഒരു ആൾക്കാരുടെ യുഗത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പക്ഷെ വായന നിന്ന് പോയിട്ടില്ല എന്ന് ഞാൻ പറയും. സോഷ്യൽ മീഡിയ യുഗമാണോ വായന? റേഡിയോ ആരെങ്കിലും കേൾക്കുമോ? ആരെങ്കിലും വായിക്കുമോ? എന്തൊക്കെ ചോദിക്കുന്നവർക്ക് താങ്കൾക്ക് ശ്രീമാൻ ജെറി പൂവക്കാലേക്ക് പറയാനുള്ളത് എന്താണ്? തീർച്ചയായിട്ടും അത് ഒരു വലിയ എന്റെ ഒരു വലിയ സംശയമാണ്. ആരായി കാലത്ത് വായിക്കുന്നത്? ആരായി കാലത്ത് വായിക്കാൻ സമയം കളയുന്നത്? പക്ഷേ ഞാൻ ഈ പോസ്റ്റുകൾ എഴുതാൻ തുടങ്ങിയപ്പോൾ, ഞാൻ ആക്ച്വലി 9 വർഷം ടെലിവിഷൻ ഫീൽഡിലാണ്, ടെലിവിഷനിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നീടാണ് ഞാൻ ഈ എഴുത്തിലേക്ക് മാറുന്നത്. അപ്പൊ എഴുത്തിലേക്ക് മാറുമ്പോൾ തന്നെ എനിക്ക് അറിയാം ഒരു മനുഷ്യനും ഈ എഴുത്തിലേക്ക് വരുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ഈ സോഷ്യൽ മീഡിയ വേദികളിലൊക്കെ 90 പേര് പോലും ഇല്ല. 90 പേര് പോലും സോഷ്യൽ മീഡിയ ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ല. പക്ഷെ ഈ എഴുത്തിലേക്ക് ഞാൻ വരികയും ഞാൻ ഈ ഹൃദയം അതുപോലെ അങ്ങ് എഴുതുകയാണ്. അപ്പൊ എന്റെ മനസ്സിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ അവിടെ എഴുതി വെക്കും. അത് നീ ഇപ്പൊ തകർന്നിരിക്കുകയാണെങ്കിൽ, അപ്പൊ ഞാൻ ഒരിക്കൽ തകർന്നായിരുന്നു ശരി, ഞാനത് പറയാൻ കേട്ടോ, അത് ഞാൻ പറയാം. യു ഹാവ് ടു ഹിയർ മൈ ടെസ്റ്റിമണി. അപ്പൊ ഞാനൊരു ഡിപ്രഷൻ ആളായിരുന്നു. അതായത് 3 വർഷം മുറിക്കകത്തിരുന്ന ഒരു മനുഷ്യനാണ്. 3 കൊല്ലം 365+365+365 ദിവസം 4 ഭിത്തിക്കകത്ത് മാത്രം ഇരുന്ന ഡിപ്രഷൻ എന്താണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ഇതുപോലെ ആരെങ്കിലും ഒന്ന് എഴുതാനൊരു ലേഖനം ഉണ്ടായിരുന്നെങ്കിൽ 365 ശരിക്കും പറ്റില്ല 10 പറഞ്ഞാൽ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ, എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഇതുപോലുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ സമയം വേസ്റ്റ് ആകത്തില്ല. അപ്പൊ ഞാൻ അനുഭവിച്ച ആ ഭീകരത അത് സമൂഹം അനുഭവിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പടർന്നു പിടിക്കുന്ന, ക്യാൻസറിനേക്കാൾ മാരകമായി പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ് ഡിപ്രഷൻ. അപ്പൊ ഡിപ്രഷനെതിരെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരിക, അതിൽ എഴുതുക, സാധാരണക്കാരോട് സംവദിക്കുക. ഞാൻ ചില സമയത്ത് ഞാൻ പറയുമ്പോൾ ഞെട്ടിപ്പോകും. നമ്മൾ ഈ മനുഷ്യരിലെല്ലാം ഒരു ചെറിയ പാർട്ട് ഡിപ്രഷന്റെ ഒരു ഭാഗം ഈ കാലഘട്ടങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയോ വരികയാണ്. അതിനെ തുരത്തണം. കാരണം ഞാൻ ഇതിനെ അനുഭവിച്ചു, എന്നെ ഇത് കാർന്ന് തിന്നാൻ ശ്രമിച്ചു. പക്ഷെ ഈ മുതലയുടെ വായിന്ന് ഞാൻ ചാടി പുറത്ത് വന്ന് ഇന്ന് നിങ്ങൾ എന്റെ ഫേസ്ബുക്കിലെ ഇൻസൈറ്റ് എടുത്ത് നോക്കിയാൽ ഒരു ലേഖനമൊക്കെ വായിക്കുന്നത് 11 മില്യൺ 12 മില്യൺ ആൾക്കാരാണ്. അപ്പൊ വായന നിന്നോ? വായന നിന്നില്ല. പക്ഷെ നമ്മുടെ എഴുത്തിന്റെ ശക്തി കൊണ്ട് 11 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,10,00,000 ജനങ്ങൾ. അത് ശക്തമായിട്ട് ദൈവം താങ്കൾ ഉപയോഗിക്കുക. നമ്മൾ തീർച്ചയായിട്ടും താങ്കളെ ആ അവസ്ഥയിലൂടെ കടത്തി, നമ്മൾ എന്ത് പ്രോബ്ലം ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും നമ്മളെ അവസ്ഥയിലൂടെ കടന്നുവരുന്നത് ബിക്കോസ് ഗാഡ് ഈസ് പ്രിപ്പയറിംഗ് us to use നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. താങ്കൾ ഡിപ്രഷന്റെ കാര്യം പറഞ്ഞത്, ഞാനൊരു 10 വർഷം എന്നെ ഒളിച്ച് ജീവിതത്തിൽ ഒളിച്ചു വെച്ചാൽ നമുക്ക് വി ഡോണ്ട് വാണ്ട് ടു കണക്ട് വിത്ത് എനി കമ്മ്യൂണിറ്റിയോട് കണക്ട് ചെയ്യേണ്ട, നമുക്ക് ഒന്നിനോട് താല്പര്യം, മനസ്സിൽ സൂയിസൈഡൽ തോട്ട്സ്, ടേക്ക് കെയർ ഓഫ് ourselves. അങ്ങനെ ഞാൻ ജീവിച്ച കുറച്ച് സമയമുണ്ട്. പക്ഷെ എന്നെ ഗാഡ് പ്രിപ്പയർ ചെയ്യായിരുന്നു ടു ഹെൽപ് പീപ്പിൾ, യു നോ. സോ വി വർ ഏബിൾ ടു ടച്ച് എ ലോട്ട് ഓഫ് പീപ്പിൾ, എസ്പെഷ്യലി ഡ്യൂറിംഗ് കോവിഡ് ടൈമിൽ. I was able to touch people who were like suicidal thought ഉള്ള ആൾക്കാരെ എനിക്ക് ടച്ച് ചെയ്തു, നമ്മുടെ ഷോയിലൂടെ ടച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഗാഡ് യൂസ് മീനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഞാൻ ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. ഗാഡ് ഈസ് യൂസിങ് us. So ഷിബി അത് പറയുമ്പോൾ ഷിബിയുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം ഷിബിയുടെ മനസ്സിനെ സ്പർശിച്ചു എന്നുള്ളതാണ്. ഞാനിപ്പോ തിങ്ക് ചെയ്തത്, എനിക്ക് ഒരിക്കലും ഷിബി ആ ഒരു അവസ്ഥയിൽ കൂടി പോയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ കേരളത്തിൽ അനിൽത്താനം എന്ന് പറയുന്ന ഗ്രാമത്തിൽ മൊബൈലിൽ ഇരുന്ന് ഞാൻ ഫേസ്ബുക്ക് ശരിക്കും പറഞ്ഞ മലയാളത്തിലേക്ക് ഷിബിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ, അൽഗോരിതം ഓട്ടോമാറ്റിക് അല്ല, ഞാനെങ്ങനെ ഷിബി അറിയുന്നത്? നമ്മുടെ തമ്മിൽ എന്ത് കണക്ഷനാണ്? അല്ലെങ്കിൽ നമ്മുടെ തമ്മിൽ ഈ മല്ലുക്കോഫെ നാട്ടിലെ എനിക്ക് ഒരുപാട് ചാനലുണ്ട്, ഒരുപാട് റേഡിയോ ഉണ്ട്, റേഡിയോ മാംഗോ ഉണ്ട്, ഇവർക്കൊരു പ്രൊമോഷന്റെ കൊടുക്കുക. പക്ഷേ എല്ലാം നമ്മുടെ ബ്രോ, ഞാൻ അവിടെ എല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ആ ഗ്രാമത്തിലിരിക്കുന്ന എനിക്ക് ഷിബിയുടെ പൈസ തരണമെങ്കിൽ സംതിങ് പോസിറ്റീവ് അവര് മനസ്സിലാക്കി ഇത് ജനങ്ങളിലേക്ക്
റെഡി ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് അന്ന് ഷിബിയെയും പ്രിപ്പയർ ചെയ്യുകയായിരുന്നു അല്ലെ. ഇന്ന് ഇലക്കണക്കിന് ഈ ഹൂസ്റ്റന്റെ ഹൃദയഭാഗത്തിലിരുന്ന് ഓരോ വീടുകളിലും ചിലർ ദോശ ഉണ്ടാക്കുകയായിരിക്കും, ചിലർ പുട്ട് കഴിക്കുകയായിരിക്കും, ചിലർ വാഷിംഗ് മെഷീനിൽ തുണി അലക്കാൻ പോവുകയായിരിക്കും, ചിലർ ഇന്ന് അവധിയാണല്ലോ ഒരുമാതിരിപ്പെട്ടത്, ചിലർ ജോലിക്ക് പോകാതിരിക്കാം. ഒരുപാട് പേര് ഇന്ന് എന്റെ തന്നെ വായനക്കാർ ഏകദേശം 100 കണക്കിന് ആൾക്കാർ ഇന്ന് വീട്ടിലിരുന്ന് ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നതിനോടൊപ്പം ഷിബിയുടെ അനുഭവം ഇന്ന് സമൂഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കും അടുത്തൊരു സ്റ്റോറി എഴുതാനുള്ള ഒരു ആളാണ് എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. I'm very excited to have you on air, ജെറി പൂവക്കാല. താങ്കളുടെ ജീവിതാനുഭവങ്ങളും താങ്കൾ പങ്കുവെക്കുകയാണ്. നമ്മള് 1-2 കാര്യങ്ങള് നമ്മൾ എപ്പോഴും ഞാൻ ആഗ്രഹിക്കും, ഞാൻ എന്റെ കോ-ആർഡിയേഴ്സിനോടും എന്റെ ടീമിനോടും മല്ലിക എഫ് ഫാമിലിയോടും ഞാൻ പറയും, നമ്മൾ ടൂ മച്ച് ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട. പ്രയർഫുള്ളി കം ഫോർ ദിസ് സെഗ്മെന്റ്. പ്രിപ്പയർ ആൻഡ് കം എന്ന് പറയും, അങ്ങനെ ഇപ്പോഴാ പറയുന്നത്. പക്ഷെ യു ഹാവ് ടു ഹാവ് എ ടോപ്പിക് ഓർ സംതിങ്. പക്ഷെ ടോക്ക് ഫ്രം ദ ഹാർട്ട്, അതാ നമുക്ക് നമ്മുടെ ലിസണേഴ്സിനെ ടച്ച് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമ്മുടെ റീഡേഴ്സിനെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നത്. എവറിത്തിങ് ഫ്രം യുവർ ഹാർട്ട്. ഒന്നും നമ്മള് പൊയ്മുഖങ്ങൾ ഇല്ലാതിരുന്നാൽ മതി. നമ്മളായി നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മള് പറയുമ്പോൾ നമ്മളായി പറയുക. നമുക്ക് ആൾക്കാരെ നമ്മളിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ എഴുത്തിലൂടെ ഒക്കെ ടച്ച് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ആളാണ്. സോ ഞാനൊരു കാര്യം പറയട്ടെ, ഷിബി അത് പറയാൻ മനസ്സ് തുറക്കുകയാണ്. ഇത് കേൾക്കുന്ന എത്രയോ അമ്മമാര്, ചേച്ചിമാര്, സഹോദരങ്ങൾ വിഷാദത്തിൽ കൂടി കടന്നുകൊണ്ടിരുന്നത് ഇപ്പം ഒരുപക്ഷെ അവർ പുറത്ത് പറയാൻ കഴിയത്തില്ല. അവര് നമ്മൾ കാണുമ്പോൾ പുറമെ അവർ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാം സന്തോഷമാണ്. പക്ഷേ നമ്മളെ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കൊക്കെയോ അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ ഭാരം, ഇതിന്റെ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. പക്ഷെ പലരും എന്നോട് വന്ന് പറയാം, ബ്രദറെ ചിരിക്കാൻ പറ്റത്തില്ല. മെജോറിറ്റി ഓഫ് ദ നാട്ടിലെ സിനിമ സംവിധാനം അവരുടെ ഒരു പാസ്വേഡാണ് ഞാൻ. അവരെല്ലാം എന്റെ ഇടയ്ക്ക് വരികയും ഞാൻ അതൊന്നും പുറത്ത് ഒരു നമ്മൾ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ എല്ലാം രഹസ്യം സൂക്ഷിക്കണം. വൈഫ് പോലും അറിയാൻ പാടില്ല. പക്ഷെ ഇവരെല്ലാം വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ചുരി എല്ലാം ഉണ്ട് എന്റെ അടുക്ക. ചുരി നമ്മളെല്ലാം അറിയുന്ന നമ്മുടെ ഒരു കലാകാരൻ തിരുവനന്തപുരത്തു നിന്ന് ചങ്ങനാശ്ശേരിയൊക്കെ വണ്ടി ഓടിച്ചു ചെറിയ എനിക്ക് എല്ലാം ഉണ്ടടാ. ഞാൻ മനുഷ്യരെ കൂടാ ചിരിപ്പിക്കുന്ന, നിങ്ങളൊക്കെ ചിരിച്ച് മണ്ണ് തപ്പിയാണ് അദ്ദേഹത്തിന്റെ മിമിക്രിയും കോമഡിയും കണ്ട്. പക്ഷെ എന്റെ ടേബിളിലോട്ട് വന്നിട്ട് പോട്ടി എന്ന് കാര്യം പറഞ്ഞു, എനിക്ക് ഇതൊന്നും ഒരു സന്തോഷം, എനിക്ക് സന്തോഷം ഇല്ലടോ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളെ കേൾക്കുന്ന ആരൊക്കെയോ ഹൃദയത്തിന്റെ ഉള്ളിൽ പറഞ്ഞു, ചെറിയ എല്ലാം ഉണ്ട്, അമേരിക്ക വന്നു, ഞാൻ രാവിലെ അധ്വാനിക്കുന്നു, പൈസ കിട്ടുന്നു, ഡോളർ കിട്ടുന്നു, എല്ലാം ഉണ്ട്, പക്ഷെ ചിരിക്കാൻ കഴിയുന്നില്ലടോ. പക്ഷെ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയും. 3 വർഷം ചിരി എന്താണെന്നറിയാതെ 4 ഭിത്തിക്കുള്ളിൽ മുകളിൽ ആകാശം, താഴെ ഭൂമി, ലെഫ്റ്റി ഭിത്തി, റൈറ്റി ഭിത്തി, സെമിട്രിയുടെ അനുഭവം എന്നൊക്കെ പറയുന്നില്ലേ, എന്താ സെമിട്രി 4 നമുക്ക് അവിടെ കൈ കെട്ടി വെച്ചിരിക്കുക, കാല് കെട്ടി വെച്ചിരിക്കുക, വാ കെട്ടി വെച്ചിരിക്കുക, ഒന്നും കഴിയാത്ത ഈ അനുഭവം സത്യമാണ് ഷിബി. അത് ജീവൻ ഉണ്ടെങ്കിലും മരിച്ചവരെ പോലെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അവർ പുറത്തു വരും. ടു തിങ്സ് നിങ്ങളൊന്ന് ഡിഫറെന്റ്ലി ചെയ്താൽ മാത്രം മതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ഗേവ് മൈസെൽഫ് ടു ഗാഡ്. ദൈവത്തിന് ഞാൻ പൂർണ്ണമായി എന്നെ കൊടുത്തു. ആൻഡ് ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ കടന്നു പോകുന്ന ഓരോ അവസ്ഥകള് ദൈവം നമ്മളെ യൂസ് ചെയ്യുക. അപ്പോ ഈ റേഡിയോ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഏറ്റവും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, എനിക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഇന്ന് അത് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മള് ഇപ്പോ സോഷ്യൽ മീഡിയ ഏറ്റവും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിളിനെ പറ്റി ഞാൻ ആ സഹോദരിയോട് ഇന്നലെ രാത്രി 1 മണിക്കൂറോളം സംസാരിച്ചു. ഇത് നമ്മൾ തുറന്നു പറയുന്നുണ്ട്. ഇതൊരു ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. സോ നമുക്ക് ഇത് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലമാണ് ആക്ച്വലി. എനിക്ക് അത് കാണുമ്പോൾ, എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ അതൊക്കെ റീഡ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത്, ഒരു കുടുംബം തകർന്നടിയുന്നു. ആ കുടുംബം എന്ന് പറയുന്നത് അനേകം ദമ്പതികളുടെ മാരേജിനെ
അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിനെ ചേർത്ത് വെച്ച ദമ്പതികളാണ് അവര് തന്നെ പല വീഡിയോകളിൽ അവർ പറയുന്നുണ്ട് അവര് തന്നെ ലൈഫിൽ പല സ്ട്രഗിളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്, ഡിവോഴ്സിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൂടെ എല്ലാം ദൈവം അവരെ ഒരുക്കിയത് ഒരുപാട് മാരേജസ് സ്ട്രോങ് ആക്കാൻ, ദമ്പതികളെ അവരുടെ ലൈഫിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നെ ഇപ്പൊ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം, വാട്ട് എവർ ഇറ്റ് ഈസ്, സത്യം ഒരിക്കൽ എനിക്ക് ഏറ്റവും വേദനിക്കുന്ന കാര്യം, മലയാളികളായ കുറെ പേര് ദേ ആർ സെലിബ്രേറ്റിംഗ് ദെയർ ഫോൾ. ഈ ഒരു ഫാമിലിയുടെ ഫോളിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം മലയാളികളെയാണ് നമ്മളിപ്പോ കാണുന്നത്. എന്തൊക്കെ തെറിയാണോ അവരെ വിളിക്കുന്നത്, നിങ്ങളാണോ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, നിങ്ങൾ കുടുംബങ്ങളെ ചേർത്ത് വെച്ചു, നിങ്ങൾ കള്ളരായിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചതായിരുന്നു. ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്താ, ഇത് നമ്മൾ തീർച്ചയായും സംസാരിക്കണം. കാരണം നമ്മള് യു ടോൾഡ് മീ ഓൾറെഡി, പാസ്റ്റർ എന്ന് പറയുന്നെങ്കിലും മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നും പുറത്തിറങ്ങി ക്രിസ്തു വിശ്വാസി എന്ന് പറയാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയാനാണ്. Because you are a follower of Christ. I'm a Yeshu Bhakti. Yeshu Bhaktana. Yeah, that's a great point. I promote and I support Bhakti movement. കാരണം ഭക്തിയാണല്ലോ എല്ലാം. യേശുവിനോടുള്ള ഭക്തി. എന്നെ സംബന്ധിച്ച് മനുഷ്യന്മാരെ ഒരു കനറ്റി പിടിച്ചിരുന്നതിനോടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്ത് പിടിച്ചിരുന്നതോ ഞാൻ ഇതാടാ, നീ അതാടാ, ഞാൻ അതാടാ, അതിലെ ആ ഒരു ടോപ്പിക്കിലേക്ക് വരാം. മനുഷ്യർ എന്തുകൊണ്ട്, മലയാളികൾ എന്തുകൊണ്ട് ആളുകളുടെ പതനം ആഘോഷിക്കുന്നു? അത് ശരിയാണോ? പ്രത്യേകിച്ചും ഫാമിലികളിൽ ഉണ്ടാകുന്ന സ്ട്രഗിളുകളെ എന്തിനാണ്, വൈ ദിസ് ഈസ് ഹാപ്പനിങ്, അത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ആഘോഷിക്കുന്നത്, ഇതൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. അതിന് മുമ്പ് ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. മല്ലിക് എഫ് എം മലയാളം റേഡിയോ, മലയാളത്തിന്റെ അമേരിക്കൻ സ്വരം. ഞാൻ നിങ്ങളുടെ പ്രിയ ഷിബി ഓൺ എ മിഷൻ. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സ് തുറക്കാൻ വരികയാണ്. അതുകൊണ്ട് ട്യൂൺ ഇൻ ടു മല്ലൂർ കഫേ റേഡിയോ. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജും അവൈലബിൾ ആണ്, മല്ലൂർ കഫേ റേഡിയോ. യെസ്, മല്ലൂർ കഫേ. ഞാൻ 2 വർഷമായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. 2 വർഷമായിട്ട് ഫോളോ ചെയ്യാത്തവരൊക്കെ അത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം ഒരു എന്റർടൈൻമെന്റ് ആണ്. യു സ്പ്രെഡിങ് സ്മൈൽ. സോ മല്ലൂർ കഫേ റേഡിയോ നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ ഇന്നിപ്പോ നടക്കുന്ന ഒരു ഇവന്റ്, ഇപ്പൊ ഹ്യൂസ്റ്റൺ നടക്കുന്നത് V4U സെയിന്റ് തോമസ് CSI ചർച്ച് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഒരു ഫ്രീ ടർക്കി ഡിസ്ട്രിബ്യൂഷൻ ഇന്ന് നവംബർ 15-ാം തീയതി രാവിലെ 9 മുതൽ 11 വരെയാണ്. There are a lot of organizations, Malayali organizations in അമേരിക്കയിലുള്ളവര്, മീഡിയാസ് ഒക്കെ, including Malluk Cafe is a proud media partner. They are supporting this event. So ഈ ഇവന്റിൽ പോയി സഹകരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് 16520 ചിമ്നി റോക്ക് റോഡ്, ഹ്യൂസ്റ്റൺ, ടെക്സസ് 77053 ഈ അഡ്രസ്സിൽ പോകാവുന്നതാണ്. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് സക്സസ്. സെയിന്റ് തോമസ് CSI ചർച്ച് ചെയ്യുന്ന ഈ ഒരു വലിയ ഇവന്റിന് എല്ലാ ആശംസകളും മല്ലിക്കയുടെ വകയെ അറിയിച്ചുകൊള്ളട്ടെ. അതുപോലെ തന്നെ there are a lot of events coming up and happening in town, and MAG, Malayali Association of Greater Houston 2026 ഇലക്ഷൻ വരികയാണ്. ഡിസംബർ 13-ാം തീയതിയാണ് ഇലക്ഷൻ. ടീം ഹാർമണി, ഞാനും ഈ ടീമിന്റെ ഭാഗമാണ്. ഞാനും മത്സരിക്കുന്നുണ്ട്. ചാക്കോ തോമസ്, മിസ്റ്റർ ചാക്കോ തോമസ് ആണ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്, ആൻഡ് ജോസഫ് ഒലിക്കൻ ട്രസ്റ്റി ബോർഡ് കാൻഡിഡേറ്റ്, ആൻഡ് ദെൻ we have Ansi Kurian as a female candidate, and then we have Alice Thomas. ഇതില് പിക്ചർ ഇല്ല, പക്ഷേ on a new poster ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാം. ആലിസ് തോമസ് is very active in community too, and then ഇവരെല്ലാവരും കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവായിട്ട് ഒരു സ്ട്രോങ് ടീമാണ്. ലോട്ട് ഓഫ് പൈനിയേഴ്സ് ഓഫ് മലയാളി അസോസിയേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ടീമിനെ ഇലക്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് ഞാൻ. എന്താണ് ഇലക്ഷൻ? ഡിസംബർ 13-ാം അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പൊ മിസ്റ്റർ ജെറി വിചാരിക്കുന്നുണ്ടായിരിക്കും, ഈ അമേരിക്കയിലെ ഒരു ചെറിയ സ്ഥലത്ത് ഇലക്ഷന്റെ ഒക്കെ ആവശ്യമുണ്ട് ഒരു മലയാളി അസോസിയേഷനെ ഭരിക്കാൻ എന്നൊക്കെ വിചാരിക്കും. എപ്പോഴും ഞാൻ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഒരു സംവിധാനം മനുഷ്യർക്ക് ആശ്രയിക്കാൻ, ഒരു കാര്യം പറയാനും. സപ്പോസ് നമ്മുടെ ഒരു വീട്ടിൽ ഒരു വിഷയം നടന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എന്റെ മക്കളും അല്ലെങ്കിൽ വീട്ടിൽ അതുപോലും ഇല്ലാതെ വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മലയാളികളെ സേവിക്കാനും അവർക്കൊരു വിഷയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊന്ന് ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാനും നമുക്ക് ഒരുമിച്ച് ഒന്ന് കൂടി വരുവാനും ഒക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് നിങ്ങളുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഹാർമണി. ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിക്കുന്ന ആ ഒരു ഹാർമണി, ആ ടീം ഹാർമണിക്ക് വിജയാശംസകൾ ഞാൻ നേരുകയാണ്. അതോടൊപ്പം തന്നെ വോട്ട് ഫോർ ദം, വോട്ട് ഫോർ ദിസ് ടീം ഹാർമണി.
ആൻഡ് ഫോർ അവർ ഡിയർ RJ ഷിബി ഓൾസോ. നമ്മുടെ മലയാളത്തിന്റെ സ്വരമാണ്. ആ സ്വരം ഇനിയും ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് കേൾക്കുവാൻ ടീം ഹാർമോണിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നൽകുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്റെ എഴുത്തുകാർ അല്ലെങ്കിൽ ഇവിടെ ഹോസ്റ്റലിൽ ഒരുപാട് പേരുണ്ട്, എന്റെ വായനക്കാർ, സോറി. അപ്പൊ അവരൊക്കെ ഷിബിയെ സപ്പോർട്ട് ചെയ്യുക, ഷിബിയുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. യുനോ അതൊരു ഒരു എന്നോട് ചെയ്യുന്ന ഒരു താങ്ക് യു സോ മച്ച്. നമുക്ക് ചെറിയ ബ്രേക്ക് എടുത്താലോ അല്ലേ? ഇത് മല്ലിക്കത്തെ മലയാളം റേഡിയോ, മലയാളത്തിന്റെ അമേരിക്കൻ സ്വരം. ഇനി ഞാൻ സംസാരം അല്പം കുറച്ച് ശ്രീമൻ ജെറി പൂവക്കാലയിലേക്കാണ് നമ്മൾ കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു തരാം. ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് കൂടി ചുടർപ്പിക്കുന്ന സിജോ വടക്കൻ ട്രിനിറ്റി ഗ്രൂപ്പിന് മല്ലിക്കഫയുടെ എല്ലാവിധമായ ആശംസകളും. കഴിഞ്ഞ 16 വർഷമായി ഓസ്റ്റിൻ ടെക്സസിൽ വിജയകരമായ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന സിജോ വടക്കൻ ഒരു മലയാള സിനിമാ നിർമ്മാതാവ് കൂടിയാണ്. We are very proud of you, Sijo, and all the very best with everything you do. Birthday party or a corporate event in Houston, Texas or nearby cities? Look no further than Wish Decor, event planning and decoration by Shibi Abraham, who can make your event planning stress-free and memorable. Wish Decor, from concept to execution, they can handle every detail with precision and care. Call Shibi Abraham today at 832-330-1536 to schedule a consultation. Wish Decor, where every event is a masterpiece. Wish Decor, Shibi Abraham is a representative of Texas Trinity Realty in Houston, Texas. ട്രിനിറ്റി റിയൽറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഷിബി എബ്രഹാമിന്റെ ഫോൺ നമ്പർ 832-330-1536 ആണ്. സോ നിങ്ങളുടെ എന്ത് റിയൽ എസ്റ്റേറ്റ് നീഡ് ആയിക്കൊള്ളട്ടെ, ഫോർ ദാറ്റ് ഓൾസോ യു ക്യാൻ കോൺടാക്ട് ഷിബി എബ്രഹാം. ഫോൺ നമ്പർ അഗെയിൻ 832-330-1536. നമുക്ക് ശ്രീ ജെറി പൂവക്കാലയിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം ഒരു റൈറ്ററാണ്. നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, നമ്മുടെ ഒരു പ്രത്യേക സമ്മാനം നമ്മൾ കൊടുക്കാൻ വേണ്ടി ചോദ്യം ചോദിച്ചു, ഒരു റൈറ്ററും ഡിഫറൻസ് എന്താണെന്ന്. അത് ഞാൻ തന്നെ കൊണ്ടുപോകും. ഇല്ല ഞാനത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തു. സമ്മാനം നമുക്ക് എപ്പോഴും കൊതിയാണല്ലോ. സമ്മാനത്തിന്റെ അതല്ല, പക്ഷെ അതിന്റെ ആ ഒരു എനർജി, അത് തരുന്നൊരു പോസിറ്റീവ് വൈബാണ്. അതൊരു വളരെ വിരലെണ്ണാവുന്ന ദിവസങ്ങളിൽ സൺഡേ സ്കൂളിൽ ഞാൻ പോയിട്ടുള്ള, പക്ഷേ നമുക്കേ പരീക്ഷ തോറ്റാലും ജയിച്ചാലും ഒക്കെ ഒരു കുട്ടി ക്ലാസ് പാത്രവും കിട്ടും. പ്രോത്സാഹന സമ്മാനം. ആ പാത്രവും പിടിച്ചോണ്ട് വീട്ടിലോട്ട് ഓടുന്ന കിട്ടി. ആ സമയങ്ങളിലൊക്കെ ഞാൻ പ്രോത്സാഹന സമ്മാനം മാത്രം മേടിച്ച് ജീവിച്ച ഒരാളായിരുന്നു. ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ആ ഒരു സന്തോഷമാണ് കിട്ടുക. സോ നമ്മള് പറഞ്ഞു വന്നത് മറ്റുള്ളവരുടെ പഠനത്തെ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മലയാളിയെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കിത് കണക്ട് ചെയ്ത് നമുക്ക് ആ ഒരു വി ഡോണ്ട് നോ ദ ട്രൂത്ത് അബൌട്ട് വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ. അപ്പോൾ നമ്മൾ കണക്റ്റഡ് ആണ്. എസ്പെഷ്യലി മിസ്സസ് ജിജി മാരി കെയിം ടു ദ സ്റ്റുഡിയോ. ഞാൻ അവരെ ഇഷ്ടപ്പെട്ടത്, ആ ഒരു കപ്പിളിനെ ഇഷ്ടപ്പെട്ടത് ബിക്കോസ് ദേ ആർ മേക്കിംഗ് ലോട്ട് ഓഫ് മാരേജസ് സ്ട്രോങ് ആക്കുന്ന, മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു കപ്പിൾ ആയതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ അവരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മോശമായി പ്രചരിക്കുന്നുണ്ട്. മലയാളികൾ അവരെ ബാഡായിട്ട് എന്താ പറയുന്നത്, അവരുടെ പഠനത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ദാറ്റ്സ് റിയലി ബാഡ്. മനുഷ്യരുടെ പഠനത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. നീയും ഒരു മനുഷ്യനാണ്. ഐ മീൻ ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ടത്, ഞാൻ എപ്പോഴും എഴുത്തിലാണെങ്കിലും ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്,
നമുക്കുണ്ടാകുന്ന ചില സന്തോഷങ്ങൾ, ആരും ഇത് പേഴ്സണലായിട്ട് എടുക്കില്ല, നമുക്കുണ്ടാകുന്ന ചില സന്തോഷങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് ഭൂരിഭാഗം ആൾക്കാരും നമ്മളോടൊപ്പം സന്തോഷിക്കുന്നു എന്ന് അവരഭിനയിക്കും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവര് നമ്മളെ പറ്റി നെഗറ്റീവായിട്ട് ദുഃഖിക്കുകയാണ്. അയ്യോ, അവൻ ഇങ്ങനെ സന്തോഷിക്കുന്നല്ലോ എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ദുഃഖം ഉണ്ടായാൽ നമ്മളോടൊപ്പം വന്ന് ചിലപ്പോ കരച്ചിൽ അഭിനയിക്കുന്നവരുണ്ട്. ആ കരച്ചിൽ അഭിനയിക്കുന്ന ഒരു വീട്ടിൽ പോയിട്ട് എന്താ പറഞ്ഞേ, അവനിത് പറ്റിയല്ലോ, അല്ലേലും അവന്റെ കയ്യിരിപ്പ് കൊണ്ടാണ് സംഭവിച്ചു എന്ന് പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനുഷ്യ ജീവിതത്തെയാണ്. കാരണം രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, രണ്ട് വ്യത്യസ്ത മാതാപിതാക്കളാൽ, രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ, രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളാൽ യോജിക്കുന്ന രണ്ട് മനുഷ്യരാണ് ഭർത്താവും ഭാര്യയും. അതായത് ഒരു നല്ലൊരു ജീവിതം അവരുടെ വീട്ടുകാരോട് ജീവിച്ചു. പിന്നെ ഒരു നമ്മുടെ മലയാളി സമ്പ്രദായം അനുസരിച്ച് ഈ കാലഘട്ടങ്ങളിൽ, പണ്ടത്തെ കുറച്ച് സമ്പ്രദായം അനുസരിച്ച് മലയാളി സഹോദരി ഒരു ഭവനത്തിലേക്ക് കയറി വരികയാണ്. അപ്പോ പുരുഷനെ സംബന്ധിച്ച് പുരുഷൻ രണ്ട് ഹോർമോൺസ് അല്ലേ, അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട്, എന്റെ വീട്ടില് ഞാൻ ഒരു 2000 വാക്കല്ല ഒരു ദിവസം സംസാരിക്കുന്ന ആളാണ്. പക്ഷെ എന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളിപ്പോ ലൈവിൽ കാണുന്നുണ്ട്, അവളൊരു 50,000 വാക്ക് അല്ലെ 27 വാക്ക് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. ഒന്ന് വാർത്തകൾക്ക് മനസ്സിലാവും, അത് വാർത്തകൾക്ക് നിങ്ങളൊന്ന് പറ, ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അതാണ് ബ്യൂട്ടി. ആ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടിയാണ്. ഇപ്പൊ എന്നോട് എന്റെ ഭാര്യ പറയാ, എന്റെ ഇന്നൊരു കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ശരിടി കൺഗ്രാജുലേഷൻ പറഞ്ഞു. ഞാൻ അവളോട് നേരെ തിരിച്ചു പറഞ്ഞു. അവളെന്താ പറഞ്ഞത്, എവിടെ അവര് കൊച്ചു എപ്പോഴാണ് ജനിച്ചത്, അല്ലെങ്കിൽ ഞാനാണോ പെണ്ണാണോ, കുഞ്ഞ് കറുത്തതാണോ അവള്, ഇതൊക്കെ ഒരു ബ്യൂട്ടിയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വിമർശിക്കുമല്ല, അതില്ലെങ്കിൽ ഫാമിലിയില്ലല്ലോ. അപ്പൊ രണ്ടു വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ടുപേർ ഒരുമിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഈസിയല്ല. ഈ രണ്ടുപേരും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കാളയും പശുവും ഔപചാരികമായിട്ട് വിവാഹം ചെയ്തു, അല്ലെങ്കിൽ ഒരു പെടക്കോഴി ഒരു പൂവൻകോഴിയെ ആശുപത്രി കൊണ്ടുപോകും ഇല്ല. അപ്പൊ ദൈവം മനുഷ്യന് മാത്രം നൽകിയിരിക്കുന്ന പാവനമായ ഒരു സംഭവമാണ് വിശുദ്ധമായ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ പറയും, വിശുദ്ധമായ ഒരു കൂദാശയാണ് വിവാഹം എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരുമിച്ച് യോജിക്കാൻ കഴിയാത്ത വിവിധ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. പ്രത്യേകിച്ച് ആ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കണം. പരസ്പരം, എനിക്ക് അമേരിക്കൻ സിസ്റ്ററോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഒരു 6 മാസമെങ്കിലും ആളെ അടുത്തറിഞ്ഞിട്ട് മാത്രമേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഉറപ്പിക്കാം. ഈ 6 മാസത്തിനുള്ളിൽ നമുക്കറിയാൻ പറ്റും ഇദ്ദേഹവുമായിട്ട് എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. പറ്റത്തൊന്നുമില്ല, എന്നാൽ പോലും പക്ഷെ തമ്മിൽ മനസ്സിലാക്കി എനിക്ക് ഇദ്ദേഹത്തെ മുന്നോട്ട് പോകാം എന്ന് ഒരു ഐഡിയ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കൈ കൊടുക്കാവൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയും, പലരും ഇപ്പൊ വിവാഹം ചെയ്യുന്നത് പ്രശസ്തി കണ്ടുകൊണ്ട് വിവാഹം ചെയ്യും, പണത്തെ വിവാഹം ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ട് വിവാഹം ചെയ്യും. അല്ലെങ്കിൽ ഒരിക്കലും അത് ചെയ്യല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഒരുമിച്ച് നമ്മുടെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ജീവിതമാണ്. ഇപ്പൊ എനിക്ക് ഇത്രയും പ്രായമായത് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ വളരെ അങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഈ ചെറിയ ലൈഫ് എന്തിനെ തല്ലി പിരിഞ്ഞ് അല്ലെങ്കിൽ ഒരു ആയുസ് മുഴുവൻ വേദനയിൽ ജീവിക്കണം? അപ്പൊ നമുക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പ്രത്യേകിച്ച് മാരിയോ ജിജി വിഷയത്തിൽ ഞാൻ ജിജിയോട് കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിക്കുകയുണ്ടായിരുന്നു. ജിജി വളരെ തകർന്നിരിക്കുകയാണ്. ഓഫ് കോഴ്സ് മാരിയോയും തകർന്നിരിക്കുകയാണ്. അവർ ഒരിക്കലും സ്വപ്നം കണ്ടതല്ല അവരിങ്ങനെ അടിക്കുമെന്നോ പിടിക്കുമെന്നോ ഒന്നും. ഞാൻ ഇത് കേൾക്കുന്ന ആരെങ്കിലും വീട്ടിൽ അടി ഉണ്ടാക്കാതിരിക്കുന്നുണ്ടോ? എന്റെ ചിത്രം ഇപ്പൊ ചിരിക്കുമായിരിക്കും വീട്ടിൽ ഈ എത്രയോ പ്രാവശ്യം വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഈ വഴക്കുകളൊക്കെ സർവ്വസാധാരണ. മനുഷ്യനാണെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കും. അത് നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മൾ പറഞ്ഞ് തീർക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഈ മാരിയോയുടെയും ജിജിയുടെയും വിഷയം എങ്ങനെയാണ് നോക്കി കാണുന്നത് അറിയാമോ? സ്പിരിച്വൽ ലെവലിൽ ആരും എന്നെ തെറ്റിദ്ധരിക്കില്ല. കാരണം
ഇവർ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യരാണ്. 100 കണക്കിന് കുടുംബങ്ങളെ ഇവർ യോജിപ്പിച്ച മനുഷ്യരാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മൾ ഈ മെന്റൽ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്റെ ചില സുഹൃത്തുക്കളായ ഡോക്ടറുണ്ട്. അപ്പൊ ചിലർ മെന്റലി വളരെ ചലഞ്ചായിട്ട് ഡോക്ടർ എടാ എനിക്കും ഇപ്പം വട്ടായി എന്ന് തോന്നുന്നുണ്ടാ. കാരണം ആ ഒരു അവസ്ഥ നമുക്ക് വരും, ആ ഒരു എനർജി ഉണ്ടാകും. അപ്പൊ ഇത്രയും പേരെ ജീവിതത്തിൽ നിന്ന് പിടിച്ചുയർത്തിയ ഇവരോട് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, ഈ ശത്രുവിന് അല്ലെങ്കിൽ ഞാൻ ചില ഭാഷയിൽ പിശാച് എന്ന് പറയും, പിശാചിന് എപ്പോഴും ഇവരോടൊരു ദേഷ്യമുണ്ട്. ഈ ബൈബിള് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പിശാച് ആദ്യം കയറുന്നത് എവിടെ? കുടുംബത്തെ തകർക്കാനാണ് പിശാച് വന്നത്. പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം കുടുംബത്തെ തകർക്കുകയാണ്. താങ്ക് യു മിസ്റ്റർ ജെറി. ഇത് പലപ്പോഴും റേഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഐ സ്ട്രഗിൾ ഇൻ മൈ മാരേജ്, വെൻ അറേഞ്ച് മാരേജ്. ആദ്യത്തെ കുറെ വർഷങ്ങള് ഒരു ഇൻട്രോവേർട്ടിന്റെയും എക്സ്ട്രോവേർട്ടിന്റെയും രണ്ട് ഫാമിലി സാഹചര്യങ്ങളിൽ വളർന്നു വന്ന. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ജസ്റ്റ് വാണ്ട് ടു താങ്ക് യു. അറ്റ്ലീസ്റ്റ് ഇത് തുറന്നു പറയുമ്പോൾ ഒരുപാട് മനസ്സിലാ സൗഖ്യം ഉണ്ടാകും. മനസ്സിലായോ? ഫസ്റ്റ് നൈറ്റിൽ തന്നെ, അന്ന് I was only 21 years old. അപ്പോ ഫസ്റ്റ് നൈറ്റില് I told my husband that നമ്മൾ എന്നാ ഡിവോഴ്സ് ആകുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോ അന്ന് ഡിവോഴ്സിന് നേരെ വായി കൊണ്ട് അതിന്റെ അർത്ഥം പോലും അറിയാത്ത ഒരു, അതുപോലെ ഗ്രഹിക്കാത്ത ഒരു സമയമാണ് അന്ന്. അങ്ങനെ എന്റെ ഭർത്താവിനോട് എനിക്ക് പറയാൻ തോന്നി. ഇന്ന് ദൈവം 27 വർഷം ജീവിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ when we put God in our midst, ദൈവത്തെ നമ്മുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ ഇട്ടപ്പോൾ everything else fell into proper places. അപ്പോ ഞാൻ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഈ സ്ട്രഗിളുകളിലൂടെ കടന്നു പോയതെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ, നമ്മൾ നേരത്തെ ആ ഡിപ്രഷന്റെ കാര്യം പറഞ്ഞു, അതുപോലെ നമ്മളെ ഇതിലൂടെ കടത്തിക്കൊണ്ടു പോയത് God wants us to use us, like God wants to use us to touch people, at least to share your story and touch people. അത്രയും മതി. നമുക്ക് മനസ്സ് തുറന്ന് നാണക്കേടില്ലാതെ നമുക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റിയാല്. അപ്പോ ഞാൻ when I realized that ദൈവത്തെ പോലെ ശക്തിയുള്ള ഇത് എനിക്ക് എത്രത്തോളം നമ്മളിപ്പം ഇത് ക്രിസ്ത്യാനിറ്റി കണക്ട് ചെയ്ത് പറയുകയല്ല, ചില ആൾക്കാരെ സഹായിക്കും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ആസ് എ കൗൺസിലർ ഞാൻ നിരവധി കുടുംബങ്ങളെ കൗൺസിൽ ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അറിയാം, ഏറ്റവും കൂടുതൽ നാട്ടിൽ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വന്ന് കാണുന്ന, അല്ലെങ്കിൽ എന്നോടൊപ്പം വന്ന് അല്പസമയം ധ്യാനത്തിന് വരുന്നതൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ ഈ കാര്യം തുറന്നു പറയുമ്പോൾ അവിടെ സുഖമാകുന്നത് ഇന്ന് ഹൂസ്റ്റണില് അടുക്കളയിൽ വേദനയോടെ നിൽക്കുന്ന ഒരു അമ്മയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനായിരിക്കും, അല്ലെങ്കിൽ ഒരു അവരുടെ ഹൃദയത്തിൽ നിന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. put God first, and then മനസ്സിലാക്കുക നമ്മൾ ഹസ്ബൻഡ് വൈഫ് ഒരു ടീമാണ്, നമ്മൾ രണ്ട് ടീമല്ല. നമ്മൾ രണ്ട് ടീമിലാക്കുന്നത് പിശാചിന്റെ തന്ത്രമാണ്. ആൻഡ് ദെൻ മനസ്സിലാക്കുക പിശാചിന് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഫാമിലി ആണ്. ഫാമിലി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിരൂപമാണ്. ദൈവം കുടുംബത്തിനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ പ്രതിരൂപമാണ്. ദൈവത്തിന്റെ സ്നേഹവും എല്ലാം സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു പ്രതിരൂപം. എനിക്കത് ആഴമായിട്ട് സംസാരിക്കാൻ അറിയില്ല. ഐ എം നത്തിങ് ടു ടോക്ക് അബൌട്ട്, ലൈക്ക് ഞാൻ ഒന്നുമല്ല അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും. പക്ഷെ അത്രയും എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നപ്പോ തീർച്ചയായിട്ടും ഞാൻ ഇടപെടുകയാണ്. കാരണം നമ്മളിപ്പോൾ മല്ലു കഫേ റേഡിയോയിൽ മലയാളത്തിന്റെ അമേരിക്കൻ സ്വരം 9 മണിയായി. 9 മണിക്ക് നമ്മൾ ഒരുപാട് കുടുംബങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇന്നത്തെ ടോക്കിന്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സമാധാനം. ഷിബി എപ്പോഴും പറയും ഈ മല്ലു കഫേ റേഡിയോ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് സ്മൈൽ, അല്ലേ? എന്തായിരുന്നത്? സ്മൈൽ, ജോയ് ആൻഡ് പോസിറ്റിവിറ്റി. അപ്പൊ അതാണ് ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ. മനുഷ്യരെ എൻകറേജ് ചെയ്യാൻ, എംപവർ ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു ഈ റേഡിയോ മീഡിയത്തിലൂടെ നിങ്ങളോട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ ഹൃദയം സംസാരിക്കുകയാണ്, നിങ്ങളുടെ ജീവിതം സംസാരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ കുടുംബങ്ങളെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. എനിക്ക് ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ പങ്കാളി നമ്മൾ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഷിബി പറഞ്ഞത് തന്നെ ഞാൻ കോട്ട് ചെയ്യണം. ഒന്നാമത് ദൈവവിശ്വാസികൾ. ദൈവത്തെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള അധികാരം ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവവിശ്വാസികളോട് ഫസ്റ്റ് എന്താണ്? ദൈവമാണ്.
രണ്ടാമത് ഞാൻ എപ്പോഴും പറയും, രണ്ടാമത് നിന്റെ കുടുംബമായിരിക്കണം, വേറെ ഒരു വ്യക്തി ആയിരിക്കല്ലേ. അതായത് ഒരു ഭർത്താവ് പറയല്ലേ, എന്റെ ഭാര്യയ്ക്ക് എന്നേക്കാൾ പ്രയോറിറ്റി അവിടെ ജോലിയാണ്, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് എന്നേക്കാൾ പ്രയോറിറ്റി അവിടെ കൂട്ടുകാരാണ്, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് എന്നേക്കാൾ പ്രയോറിറ്റി അവിടെ സോഷ്യൽ മീഡിയ ആണ്. ഒരിക്കലും പറയല്ലേ. ഒന്നാമത് ദൈവം, രണ്ടാമത് കുടുംബം. ഞാൻ എപ്പോഴും പറയും, ഭർത്താവിനേക്കാൾ സ്ഥാനം ഒരു കൂട്ടുകാരിക്ക് കൊടുക്കരുത്, ഭാര്യയേക്കാൾ സ്ഥാനം മറ്റൊരു കൂട്ടുകാരന് കൊടുക്കരുത്. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കണം. സ്ഥാനം എന്ന് പറയുമ്പോൾ ആ കൂട്ടുകാരന് 9 മണിക്കൂർ കൊടുത്തിട്ട് ഭാര്യയ്ക്ക് 2 മണിക്കൂർ കൊടുക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് 10 മണിക്കൂർ കൊടുത്തിട്ട് ഭാര്യയ്ക്ക് 1 മണിക്കൂർ കൊടുക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം, ഞാൻ ചിലർ പ്രവാസികളുണ്ട്, ഭാര്യമാര് നാട്ടിലുണ്ട്, പക്ഷെ ഞാൻ പറയും, ഇപ്പൊ നമുക്ക് അകലെയല്ലേ, എല്ലാം നമ്മുടെ വിരൽത്തുമ്പലാണ്. വീഡിയോ ആകാം, വാട്സപ്പ് ആകാം, പക്ഷെ ഏത് മീഡിയത്തിലൂടെയാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ പങ്കാളിയോടൊപ്പമാണ്. ഒരുപക്ഷെ നമ്മുടെ പങ്കാളി ബോറായിട്ട് തോന്നുമായിരിക്കും, അത് നമ്മുടെ ഒരു ചോയ്സ് ആയിരുന്നു, പുള്ളിക്കാരിയെ വിവാഹം ചെയ്യാൻ അല്ലെങ്കിൽ പുള്ളിക്കാരനെ വിവാഹം ചെയ്യാൻ നമ്മുടെ ഒരു ചോയ്സ് ആയിരുന്നു. പക്ഷെ നമ്മൾ പങ്കാളിക്ക് സമയം കൊടുത്തു കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്. ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തന്നെ ഇവിടെ കാര്യം. അടുത്തത് ഞാൻ പറയാം, ഒന്നാമത് ദൈവം, രണ്ടാമത് കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും. മൂന്നാമത് മതി ബാക്കി. ഇപ്പൊ ഞാനൊരു പാസ്റ്ററാണ്, മൂന്നാമത് എന്നോട് ബൈബിളും പറയുന്നുള്ളൂ പോയി പ്രസംഗിക്കാൻ. നീ കുടുംബം നോക്കാതെ, അല്ലെങ്കിൽ നീ ഭാര്യയെ അടിച്ചിട്ട് നീ ഭാര്യയെ നോക്കാതെ ഒരു കാരണവശാലും ഡൊമസ്റ്റിക് വയലൻസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഇറങ്ങി നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ല. സോ ആദ്യം യു ഹാവ് ടു സ്പ്രെഡ് യുവർ ലവ്. നിങ്ങളുടെ ദൈവത്തിന് ലവ് കൊടുക്കുക. രണ്ടാമത് നിന്റെ പങ്കാളി. ഞാൻ എപ്പോഴും പറയും, നിങ്ങളൊന്ന് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാണ് ഈ പലരും കട്ടിലെ വീട്ടിലോട്ട് വന്ന് വീട്ടിൽ ജോലിയുമായിട്ട് വരില്ലെന്ന് ഞാൻ അമേരിക്കക്കാരോട് എപ്പോഴും പറയും. ഞാൻ എവിടെ വന്നു, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് മടക്കി വെക്കണം. വീട്ടിൽ വന്നു കഴിഞ്ഞാല് ഭാര്യയോട് ഇരിക്കണം, ഒന്നിച്ചൊരു സോഫയിൽ ഇരിക്കണം, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം, ഞാൻ ഐ ലവ് യു എന്ന് പറയണം. പല മലയാളികൾക്കും ഐ ലവ് യു എന്ന് പറയാൻ ഭയങ്കര നാണമാണ്. എന്തിനു നാണിക്കുന്നു? ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നടി. കുക്ക് ചെയ്തോണ്ട് നിൽക്കുവാണെങ്കിൽ പുറകെ പോയി ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ചിത്രയെ പറ്റിക്കാൻ ചെയ്യുന്ന പരിപാടിയാണ്, എനിക്ക് പണിയൊന്നും അറിയത്തില്ല. എനിക്ക് ഒരിക്കലും തെറ്റിദ്ധരിക്കല്ലേ. എന്നാൽ പോലും ഞാൻ അവിടെ നിൽക്കും. ചില സമയത്തോട് രാത്രി കിടന്ന് വലിയ ബഹളം ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോ എന്റെ ജീവിതം യാത്രയാണ്, ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവളത് സമ്മതിച്ചിട്ടാണ്. അപ്പം ചില രാത്രികളൊക്കെ ഞാൻ എവിടെയെങ്കിലും ഒക്കെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവർക്ക് ഉറങ്ങുന്നതിന് ഇവിടെ ഒരു പ്രശ്നമാണ്, ഐ ലവ് യു ഉമ്മ എന്നൊക്കെ കേൾക്കാം. എനിക്കാണ്, ഞാൻ ഇങ്ങനെ ഒരു സമയമല്ല. പക്ഷെ ഗ്രാജുവലി ഞാൻ അവിടെ ഐ ലവ് യു ഉമ്മ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ. അവർക്ക് അത് മതി. അവിടെ ആ രാത്രി മുഴുവൻ ഇതാണ്ട് മഹാപാതകോ, ഇതാണ്ട് വലിയ നാണമില്ലയോ, നാണമോ. ഞങ്ങൾ രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന സ്വഭാവക്കാരൻ. ഞാൻ ഈ എഴുത്തും കവിത. പക്ഷെ ഇതിനകത്തൊരു കാൽപ്പനികതയുണ്ട്, റൊമാൻസ്. പലപ്പോഴും കുടുംബ ജീവിതങ്ങളിൽ റൊമാൻസ് നഷ്ടപ്പെടുമ്പോൾ, മനസ്സിലായി. ഇപ്പൊ എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്. ഞാനൊരു മീറ്റപ്പ് നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 100-500 പേര് കൂടും. ഇപ്പൊ എനിക്കെന്തോ ആൾക്കാർ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു, എഴുതുന്നു. ഇതൊക്കെയാണ് വലിയ സംഭവം എന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ പരാജയപ്പെട്ടു. എന്റെ വീട്ടിൽ അവക്ക് വേണ്ടത് എന്റെ പോപ്പുലാരിറ്റിയോ, അല്ലെങ്കിൽ എന്നെ എത്ര പേര് കാണുന്നോ, അല്ലെങ്കിൽ അവൾ എന്റെ ഭാര്യയാണ്. അപ്പൊ അവക്ക് വേണ്ടത് എന്നെയാണ്. അവക്ക് വേണ്ടത് നാട്ടുകാരെ അല്ല, അല്ലെങ്കിൽ സമൂഹത്തെ അല്ല, എനിക്ക് എത്ര പേരുണ്ടെന്നോ ഇതൊന്നും അല്ല. അവക്ക് വേണ്ടത് എന്റെ ആ സാമീപ്യമാണ്. അപ്പൊ ആ സാമീപ്യം, ആ റൊമാൻസ്, ആ കാൽപ്പനികത നമ്മൾ തിരിച്ചു, അതുപോലെ തന്നെ തിരിച്ചു ഞാൻ കല്യാണ പ്രഭാഷണങ്ങൾക്ക് പച്ചയ്ക്ക് ഞാൻ കാര്യങ്ങൾ ഇപ്പം വിളിച്ചു പറയും. കാരണം എന്താണെന്നറിയാമോ, ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഈ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നമ്മുടെ വാക്കിന് ഭയങ്കര ശക്തിയാണ്. നമ്മുടെ വാക്കിന്മേൽ ജീവനുമുണ്ട്, മരണവുമുണ്ട്. അത് എല്ലാ വേദങ്ങളും പറയുന്നുണ്ട്. ഋഗ്വേദം പറയുന്നുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്,
വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായതിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമുക്ക് വി ഹാവ് ടു ഷോ ഹൗ നമ്മുടെ ലവ് നമ്മൾ എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കുന്നതും പരസ്പരം കെയർ ചെയ്യുന്നതും നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ കാണിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ മലയാളി കപ്പിൾസിന് അത് എന്റെ ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ളവർക്കും എന്റെ മുതിർന്ന എല്ലാവരെയുള്ളവർക്കും ന്യൂ ജനറേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് വെരി ഐ ഡു ഇൻ ഫ്രണ്ട് ഓഫ് മൈ. സോ നമ്മൾ അത് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഓ ദിസ് ഇസ് എ മാരേജ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ബ്യൂട്ടിഫുൾ കാര്യമാണ്. ഒരു പാർട്ട്ണറുടെ സപ്പോർട്ട് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ് ഇൻ യുവർ ലൈഫ്. സ്നേഹം, കരുതല്, ഫാമിലി ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. ദൈവം ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. പിശാച് ഏറ്റവും വെറുക്കുന്ന ഒരു സാധനമാണ്. അപ്പോ ഫാമിലിയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി, അതാണ് നമ്മൾ പറയുന്നത്, ഫാമിലി സ്പ്ലിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേഷൻസിനെയാണ് പിശാചിനെ. നമ്മള് ആ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അവരുടെ മാരേജ് സ്ട്രഗിളിന്റെ ഇവിടെയാണ് റൈറ്റ് തിങ്കിങ് വേണം. ഇപ്പൊ നമുക്കിപ്പോ എനിക്ക് വേണേ ഭയങ്കരമായിട്ട് ഈഗോ അടിച്ച് ഭയങ്കരമായിട്ടിരിക്കാം, നീ വന്നു മിണ്ടടിയാ. ഇപ്പൊ ഞാൻ ചിത്രമായിട്ട് വഴക്കുണ്ടാക്കാറുണ്ട്. നമ്മൾ മനുഷ്യരാണ്. ഇപ്പൊ ഈ കേരളത്തിലുള്ള ഏത് സാധാരണ മനുഷ്യരെ പോലെ ഞാൻ ഫാസ്റ്റാന്ന് ഓർക്കണം. എന്റെ സർവ്വ 100 കണക്കിന് ആൾക്കാരുണ്ട്. ഒരുപാട് പോപ്പുലർ ആയിട്ട് ടെലിവിഷനിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ വഴക്കുണ്ടാക്കാറുണ്ട് എന്റെ ഭാര്യയുമായിട്ട്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഞാൻ അവിടെ തല്ലിക്കൊല്ലുമെന്നല്ല. പക്ഷെ ആ വഴക്കുണ്ടാക്കുന്ന സ്പോട്ടിൽ തന്നെ എനിക്ക് തിങ്ക് ചെയ്യും, എനിക്ക് ജീവിതകാലം ഞാൻ നാട്ടിൽ നല്ല പോക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു കയറുന്നത് ഡേറ്റ് പോലും നമ്മൾ പറഞ്ഞിട്ടല്ല വരുന്നത്. ഇവിടെ നിന്ന് പോകും, ഇവിടെ നേരെ ഇപ്പൊ അമേരിക്ക നേരെ ജപ്പാനിലോട്ട് പോകും, ജപ്പാനിൽ അവിടുത്തെ പരിപാടി ഇതെല്ലാം കഴിഞ്ഞ് എന്റെ 2 പിള്ളേരെ അവള് നോക്കി, അവള് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഇപ്പൊ നിൽക്കുമ്പോ ഞാൻ അഹങ്കാരം കാണിക്കാൻ എനിക്ക് എന്ത് യോഗ്യത അവിടാന്ന് ഞാൻ എന്നോട് ചോദിക്കും. നീ പോടാ, നിനക്ക് ഒരു യോഗ്യതയില്ല, ചെറിയ നീ താഴാൻ പറയും. ആ വഴക്കെങ്ങനെ നമ്മൾ സോൾവ് ആക്കുന്നതാണ് ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പേര് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്, ബി ദ ഫസ്റ്റ് വൺ ടു ആസ്ക് സോറി. എന്റെ കൈ തെറ്റില്ലെങ്കിലും നീ ക്ഷമ ചോദിക്കുമ്പോ ഓപ്പോസിറ്റ് ആളിനെ അത് ചിന്തിപ്പിക്കും, എന്തിനാണ് അവളുടെ തെറ്റില്ലല്ലോ, എന്നിട്ട് എന്താണ് അവളെ ക്ഷമ ചോദിച്ചത്. സോ ആ ചെറിയ ചെറിയ ഈഗോകൾ നമ്മൾ ഇത് എന്റെ ലൈഫിൽ ഞാൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണ്. സോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഞാനൊരു കാര്യം വ്യത്യാസമായിട്ടാണ്. രക്ഷപ്പെടാൻ, ജീവിതത്തിൽ വളരാൻ ഞാൻ ഒരു ടിപ്പ് തരാം. ഞാൻ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ മലയാളികളെ പോലെ ഈഗോ ഉള്ള മനുഷ്യനാണ്. മലയാളികളൊന്നുമല്ല, ഞാൻ നമുക്ക് മലയാളിക്ക് മാത്രമേ അസൂയാണുള്ളത്. കഴിഞ്ഞ ദിവസം DSIL സെമിനാർ ഉണ്ട് ന്യൂജേഴ്സിയിൽ. അപ്പൊ ഞാൻ അവരുമായിട്ട് ഫാമിലി സെമിനാറിൽ സംസാരിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ സംസ്കാരത്തിൽ ഈ ജലസ് ഉണ്ടെന്ന് തോന്നുന്നു, ജലസ് അസൂയ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ സാറേ, നിങ്ങളുടെ സംസ്കാരത്തിലല്ല, ഞങ്ങളുടെ സംസ്കാരത്തിലാണ് ഏറ്റവും കൂടുതൽ. ഇത് യൂണിവേഴ്സലാണ്, അത് നമ്മുടെ മാനുഷികമാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈഗോ EGO എന്ന് പറയുന്ന സാധനം നമ്മളൊന്ന് എടുത്തു മാറ്റിയാലുണ്ടോ ഈ ജീവിതം എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാവോ. നമ്മുടെ പലരുടെയും വിഷമം എന്നാണെന്നറിയാവോ, പലരുടെയും വിഷമം. ഞാൻ ആ വിവാഹം എന്ന ആ കോൺസ്റ്റിറ്റ്യൂഷൻ മാറിപ്പോവാണെങ്കിലും ഞാൻ അതിലേക്ക് മടങ്ങി വരാം. നമ്മുടെ പലരുടെയും പ്രശ്നം എനിക്കെന്തില്ലെന്നുള്ളതല്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എനിക്കെന്തില്ലെന്നുള്ളതല്ല, അവൻ അതുണ്ടല്ലോ. നമ്മുടെ ഏറ്റവും വേദന ഏതാ? നമ്മൾ ഒരു ജീവിതം മുഴുവൻ നീറിപ്പോയത് എന്താ? എനിക്ക് എന്തെല്ലാം ഉണ്ട്. എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാം, എനിക്ക് കാല് തുറക്കാം, എനിക്ക് ഇറങ്ങിപ്പോകാം, എന്നെ കൊണ്ടുപോകാൻ ഹസ്ബൻഡ് ഉണ്ട്, വൈഫുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എനിക്ക് ഒന്ന് കാപ്പി കുടിക്കണം, കാപ്പി കുടിക്കണം. ഇതല്ല എന്റെ വിഷമം. ഞാൻ BMW എടുത്താൽ അവൻ ഹെലികോപ്റ്റർ എടുത്തല്ലോ. എനിക്ക് BMW ഉണ്ടെന്നുള്ള സന്തോഷമല്ല, അവൻ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ എന്നുള്ള വേദനയാണ്. അപ്പൊ ഈ ഈഗോ മാറ്റിവെക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് സന്തോഷിക്കുക. ഞാൻ എല്ലാ പ്രഭാതത്തിലും എഴുന്നേൽക്കും. ഞാൻ എന്റെ പുസ്തകം ഈ ഫെബ്രുവരി ലോഞ്ച് ചെയ്യണം. അപ്പൊ അതിനകത്ത് ഒരു ചാപ്റ്റർ ഞാൻ മല്ലു കഫേക്ക് വേണ്ടി അങ്ങ് തുറന്നു പറയാം. ഒരു മോർണിംഗ് റുട്ടീൻ ഉണ്ട്. മോർണിംഗ് റുട്ടീൻ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു മോർണിംഗ് റുട്ടീൻ. അപ്പൊ ഈ മോർണിംഗ് റൂട്ടീൻ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പറയുന്നു എന്ന് പറഞ്ഞ് ആരും എന്റെ പുസ്തകം മേടിക്കാതിരിക്കരുത്. നിങ്ങൾ നാട്ടിലാണ്, അമേരിക്കയിൽ അതിപ്പോ അവൈലബിൾ അല്ല. എനിവേ ഞാൻ പറയുന്നത്, അപ്പൊ സേവേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. SAVERS സേവേഴ്സ്. അപ്പൊ ഞാൻ പറയട്ടെ, എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴെന്റെ തിരക്കുള്ള ഈ ജീവിതത്തിൽ ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റ് ഞാൻ ചുമ്മാതിരിക്കും. മൊബൈൽ തൊടത്തില്ല. മൊബൈൽ എന്ന് പറയുന്ന സാധനം തൊടത്തില്ല, ഒന്നുമില്ല. 15 മിനിറ്റ് ചുമ്മാതിരിക്കും. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ മൊബൈൽ തൊടത്തില്ല. ഞാൻ പ്രാർത്ഥിക്കും. ധ്യാനവും അങ്ങനെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എന്റെ വചനങ്ങളും ഒക്കെ ഞാൻ വായിച്ചിരിക്കും. അപ്പം ഈ ആദ്യത്തെ ഈ
അരമണിക്കൂർ നമ്മൾ ഈ സൈലന്റ് ആയിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ, പൂർണ്ണമായിട്ട് സൈലന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവമേ, ഇന്നത്തെ പ്രഭാതത്തിനായി നന്ദി. എന്നേക്കാൾ ബലവും ശക്തിയുള്ള ഒരുപാട് പേര് ഈ ഭൂമിയിൽ ഇന്നലെ രാത്രി പോയി. എനിക്ക് ഒരു ദിവസം കൂടെ ഈ മണ്ണിൽ നടക്കാനും, ഈ പൂഴി ചവിട്ടാനും, ഈ കിളികളുടെ ശബ്ദം കേൾക്കുവാനും, ചപ്പാത്തി ടേസ്റ്റ് ചെയ്യാനും, മസാല ദോശ കഴിക്കുവാനും ഒക്കെ എനിക്ക് ഈ ഭൂമിയിൽ കഴിഞ്ഞ ആ വലിയ സൗഭാഗ്യത്തിന് നന്ദി. ചിലപ്പം പറഞ്ഞു എനിക്ക് വീടുള്ളവർ പറഞ്ഞു എനിക്ക് വീടുള്ളതിനാൽ നന്ദി, എനിക്ക് വണ്ടി ഉള്ളതിനാൽ നന്ദി, എനിക്കൊരു ജോലി ഉള്ളതിനാൽ നന്ദി, എനിക്ക് ശ്വാസം വിടാൻ കഴിയുന്നതിനാൽ നന്ദി. അപ്പൊ നമുക്ക് നന്ദി പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന്. നിങ്ങൾക്ക് കാലിനൊരു ഉളുക്ക് വരുമ്പോഴേ കാലിന്റെ വില അറിയത്തുള്ളൂ. നമ്മളിപ്പോ ഷൂവിന് വേണ്ടി കിടന്ന് കരയുമ്പോൾ കാലില്ലാത്തവൻ പറയുന്നത്, ദൈവമേ എനിക്ക് ഷൂ ഒന്നും ഇല്ലെങ്കിലും എനിക്ക് നടക്കാൻ ഒരു കാലുണ്ടായിരുന്നെങ്കിൽ. അപ്പൊ നമുക്കുള്ള ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, മല്ലു കഫയിൽ ഈ മലയാളം റേഡിയോയിൽ ഇപ്പോൾ ഈ 9:11 എന്നെ വിവിധ മേഖലകളിൽ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. നിങ്ങൾക്ക് നന്ദി പറയാൻ എന്തെല്ലാം കാരണമുണ്ട്. നിങ്ങളൊന്ന് റീവയർ ചെയ്യും. നിങ്ങളിപ്പം എനിക്ക് അതില്ല അതില്ല, കുഞ്ഞിന് അതായില്ല, കുഞ്ഞിന്റെ കല്യാണം നടന്നില്ല, അല്ലെങ്കിൽ ഇത് പ്രശ്നമാണ്, അതൊക്കെ പറയാതെ നിങ്ങളിപ്പോ നിങ്ങൾക്കുള്ളത് പറ. നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും ഇതെല്ലാം നിങ്ങളൊന്ന് നന്ദി പറ. ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്വരം കേൾക്കാൻ നിങ്ങളുടെ ചെവിക്ക് ശക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾ ആയിരക്കണക്കിന് ചെവി കേൾക്കാത്ത മനുഷ്യരെക്കാൾ കൃപയുള്ളവരാണെന്ന് ഞാൻ പറയുന്നു. കൃപയുള്ളവരാണ്. കാരണം നാളെ എന്റെ ചെവി എപ്പോഴാണെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല, പക്ഷെ ഇന്ന് എനിക്ക് കേൾക്കാം. സോ ഐ താങ്ക് യു ഗോഡ്, ഐ താങ്ക് യു എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഞാൻ പറയാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ബി സൈലന്റ്. സൈലന്റ് ആയിട്ട് നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്നിട്ട് ആ താങ്ക് യു പറയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി വരും. കാരണം നമുക്ക് പറയാൻ ഒരുപാട്, നിങ്ങൾക്ക് കുറഞ്ഞത് ഈ അമേരിക്കയിൽ ജീവിക്കുന്നവരുടെ ഞാൻ പറയാം, നാട്ടിൽ പോട്ടെ, അമേരിക്കയിൽ ജീവിക്കുന്നവർക്ക് 15 മിനിറ്റ് ഈ പ്രകൃതിയോടും ഭൂമിയോടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോടും നന്ദി പറയാൻ നിങ്ങൾക്ക് 15 മിനിറ്റെങ്കിലും കുറഞ്ഞിട്ടുണ്ട്. ഈ 15 മിനിറ്റ് തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമാറും. രണ്ടാമത് ചെയ്യേണ്ട കാര്യം അഫർമേഷൻ. ഞാൻ സീവേഴ്സ് എന്ന് മനസ്സിലായി. എന്താണ് സീവേഴ്സ്? SAVERS. എങ്ങനെ അത് പ്രൊനൗൺസ് ചെയ്തത്? ഞാൻ മലയാളത്തിൽ സീവേഴ്സ്. SAVERS. എന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പച്ച മലയാളി പ്രൊനൗൺസിയേഷനാണ്. ഇവിടുത്തെ പിള്ളേരോട് ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഇംഗ്ലീഷ് പറയാനുള്ള കാര്യമാണ്. കുറെയൊക്കെ റെഡിയാക്കാൻ പറഞ്ഞാലും ശരിക്കും എനിക്ക് അതൊന്നും കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രാവശ്യം വന്നെങ്കിലും നമുക്ക് ഒന്നിനും കുഴപ്പമില്ലല്ലോ. അതല്ലേ നമ്മുടെ വിജയം. എന്നാലും ഉണ്ടല്ലോ നമ്മുടെ ചില മലയാളി, എന്റെ പെങ്ങടെ മോനൊക്കെ സംസാരിക്കുന്ന അവര് എന്താണ് നീ പറയുന്നത് എനിക്കൊരു പിടി കിട്ടത്തില്ല. അവന്റെ പോക്ക് കണ്ടു ഞാൻ ഓർക്കും എനിക്ക് ഭയങ്കര ഇംഗ്ലീഷ് ജ്ഞാനമാണ്, ഞാൻ രണ്ട് വലിയ സംഭവമാണ്. അവന്റെ മുമ്പിൽ നിന്ന് നമ്മള് എന്നടാ നീ എന്തെന്ന് പറയും, പൊതു പെരുക്കം പറയാവും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സൈലൻസ് ഒരു വലിയ ഒരു സംഭവമാണ്. അപ്പൊ നിങ്ങൾ എഴുന്നേൽക്കുമ്പോ ഇപ്പൊ എല്ലാവരും ആദ്യം അത് ചെയ്യുന്നത്, ആദ്യം തലവണക്കെഴുന്ന് മൊബൈൽ എടുത്തിട്ട് ആദ്യം എന്താണ് അത് ചെയ്യരുത്. കാരണം എന്താ പറയാ, ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് വരുമ്പോ നെഗറ്റീവ്, ചിലപ്പോൾ ഒരാളെ മരണ വാർത്തയായിരിക്കാം, ചിലപ്പോൾ ഒരു ആക്സിഡന്റ് വാർത്തയായിരിക്കാം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ ഭയങ്കര ധൈര്യമാണ്. പക്ഷെ ഗ്രാജുവലി ഇത് നമ്മുടെ മനസ്സിനെ അങ്ങ് ആദ്യം തന്നെ നമ്മളെ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ആദ്യം എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകും. ഞാൻ ഈ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എപ്പോഴും എനിക്ക് കഴിഞ്ഞ ദിവസം എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് അവരുടെ ഒരു വർഷിപ്പ് ടൈമിൽ, ഞാൻ മലയാളി കോൺസെപ്റ്റിൽ വർഷിപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു പാട്ടൊക്കെ പാടി അങ്ങ് ദൈവാരാധന, ഭക്തി ആരാധന, ഭക്തി ഗാനങ്ങളിലൊക്കെ പോകുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവരുടെ മെയിൻ ബിഷപ്പ് വന്നിട്ട് ഏകദേശം 7000-7500 ആൾക്കാരുണ്ട്. ഇവരോട് പറഞ്ഞു, എല്ലാവരും ഒന്നും മൗനമായിട്ടില്ല. നിങ്ങൾ ഓർക്കണം, നമ്മുടെ പിതാക്കന്മാർ എങ്ങനെ ഈ നാട്ടിൽ വന്നു, എന്ത് പണിയെടുത്തു, നമ്മൾ എന്ത് കഷ്ടപ്പെട്ടു, ഇന്ന് നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഒരു 5 മിനിറ്റ് എന്റെ ഷിബി, എന്റെ കണ്ണിൽ കൂടി തുടുതുടാ വെള്ളം വരികയാണ്. ഐ നോ വേർ വാസ് ഐ. ഞാൻ എവിടെയായിരുന്നെന്നും ഞാൻ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയെന്നും എനിക്കൊരു ബോധം ഉണ്ടെങ്കിൽ അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് വരുന്നൊരു അതൊരു ഹീലിംഗ് ആണ്. ആ ഹീലിംഗ് ഭയങ്കര ഹീലിംഗ് ആണ്. രണ്ടാമത് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ
ഒരിക്കലും നെഗറ്റീവ് കാര്യങ്ങൾ പറയല്ലേ, വാ തുറന്ന് പറയല്ലേ. എന്റെ അച്ഛൻ ശരിയല്ല, എന്റെ കൊച്ചു ശരിയല്ല, പാസ്റ്റർ കല്യാണം നടക്കുന്നില്ല. ഈ നിങ്ങൾ പറയണം, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ അനുഗ്രഹം പ്രാപിക്കും, എന്റെ പ്രസ്ഥാനം വളരും, എനിക്ക് എന്റെ എഴുത്തുകൾ ആൾക്കാർ വായിക്കും. എനിക്ക് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒന്നുമല്ലാത്ത സമയത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനൊരു വലിയ എഴുത്തുകാരനാകും. മില്യൺ കണക്കിന്, അന്ന് എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, മില്യൺ കണക്കിന് ആൾക്കാർ എന്നെ വായിക്കും, ഞാൻ പ്രസിദ്ധനായിട്ട്. ഇതൊന്നും പാപമല്ല, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ അനുഗ്രഹം പ്രാപിക്കും. അപ്പൊ നമ്മൾ രണ്ടാമത് പറയേണ്ട കാര്യം, വായും കൊണ്ട് ഇന്ന് എന്നെ മലു കഫേ റേഡിയോയിൽ കൂടി RJ ഷിബിയോടൊപ്പം എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ ഇപ്പോൾ 9:16 ഹൂസ്റ്റണിൽ 9:16. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരൊറ്റ സന്ദേശം, നിങ്ങളുടെ ആ നാവ് കൊണ്ട് നെഗറ്റീവ് സംസാരിക്കല്ലേ. ഞാൻ ചത്തുപോമേ, എനിക്ക് അസുഖമാണേ, അയ്യോ ഇനി ഞാൻ 6 മാസം കൂടെ ഉള്ളേ, അയ്യോ പൊട്ടി, ബിസിനസ് പൊട്ടിയേ, എന്റെ മോള് പഴച്ചു പോയേ. പിഴച്ച മോളെ നോക്കി പറയണം, അവൾ നല്ലവളാണ്, അവൾ തിരിച്ചു വരും, അവൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അവളുടെ ജീവിതം ഏറ്റവും സുന്ദരമാകും, അവൾ ആയിരക്കണക്കിന് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മോട്ടിവേറ്ററായി മാറും. നമ്മുടെ പ്രസ്ഥാനത്തെ നോക്കി പറയണം, ഈ പ്രസ്ഥാനം ലോക പ്രസിദ്ധമായി മാറും, ഈ പ്രസ്ഥാനത്തിൽ 10,000-കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ ശ്രോതാക്കളായി മാറും, ഈ പ്രസ്ഥാനം ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി മാറും. പ്രസിഡന്റുമാർ ഈ പ്രസ്ഥാനത്തിൽ വരും, ഞങ്ങളോട് സംസാരിക്കും. ഇതിനെല്ലാം ചെലവുണ്ടോ? ശരി, ഒരുപാട് ചെലവുണ്ട്. ബൈബിൾ അതാ പറയുന്നത്, ജീവനും മരണവും അനുഗ്രഹവും ശാപവും എവിടെ ഇരിക്കുന്നത്? പോക്കറ്റിലാണ്, നിന്റെ നാവിന്മേലിരിക്കുന്നു. നാവാണ് ഏറ്റവും വലിയ ആയുധം. അപ്പൊ അനുഗ്രഹവും ശാപവും വരുന്ന ഇവിടെ നാവിന്മേലാണ്, ഐശ്വര്യവും സമ്പത്തും നാവിന്മേലാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ നിൽക്കുന്ന നിപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ, വണ്ടിയെ പോകുമ്പോ ഒന്ന് ഉറക്കം പറഞ്ഞാട്ട്, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ അനുഗ്രഹം പ്രാപിക്കും, എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിന്ദിച്ചവരുടെ മുമ്പിൽ ഞങ്ങൾ തല ഉയർത്തും, കളിയാക്കിയവരുടെ മുമ്പിൽ ഞങ്ങൾ ഷൈൻ ചെയ്യും. ഞാൻ തുറന്നു പറയാണ്, ഞാൻ നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിരിക്കും, നിങ്ങൾ ഉയർച്ച പ്രാപിച്ചിരിക്കും. നിങ്ങൾ ഉയർച്ച തടയുവാൻ നിങ്ങൾക്കല്ലാതെ ലോകത്തിൽ ഒരു മനുഷ്യനും, ഒരു ശത്രുവിനും, ഒരു അസൂയക്കാരനും, ഒരു കുശുംബനും, നിങ്ങളുടെ ഒരുത്തനും കഴിയത്തില്ല നിങ്ങളെ തകർക്കാൻ. അതുകൊണ്ട് ബി പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ സംസാരിക്കും, പോസിറ്റീവായ കാര്യങ്ങൾ എഴുത്. ഒരു 10 പ്രാവശ്യം എഴുത്, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ അനുഗ്രഹം പ്രാപിക്കും, എന്റെ മോളിൽ. ഇത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഇതെന്ത് ചെയ്യണം? കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ ഒന്നാമത് ആദ്യം ഞാൻ പറഞ്ഞു, എന്താണ് സൈലൻസ്. എന്താണ് സൈലൻസ്? സൈലൻസ് എന്താണ്? രാവിലെ എഴുന്നേൽക്കുക, മൊബൈൽ എടുക്കുക, മൊബൈൽ നോണ്ടാതെ നിശബ്ദമായി ഇരിക്കുക. ധ്യാനിക്കുന്ന, പ്രാർത്ഥനയും വിശ്വാസമുള്ളവർക്ക് പ്രാർത്ഥിക്കാം, ധ്യാനിക്കേണ്ടവർക്ക് ധ്യാനിക്കാം. രണ്ടാമത് നിങ്ങൾ ചെയ്യണം, അതൊരു 15-20 minutes or 30 minutes or 1 hour. ഫോർ മീ ഇറ്റ് ഗോസ് സംടൈംസ് 2 hours, 3 hours ഒക്കെ പോകും. അപ്പൊ എനിക്ക് കൂടുതൽ പ്രശ്നങ്ങളും ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. ഒരുപാട് പേരാണ് എന്നോട് പ്രാർത്ഥനയൊക്കെ ചോദിക്കുന്നത്. ഐ ഹാവ് ടു ബി ജെനുവിൻ. എനിക്ക് ചില സമയത്ത് 3 മണിക്ക് രാവിലെ എഴുന്നേക്കുന്നുണ്ട്. നാട്ടിലെ ഷെഡ്യൂൾ അനുസരിച്ച് വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കും, 9:30 ആകുമ്പോൾ കിടക്കും, 3 മണിക്ക് എഴുന്നേക്കും. 3 മണിക്ക് എഴുന്നേറ്റ് പിന്നെ അവിടെ ആ സമയത്താണ് എഴുത്തും പരിപാടിയൊക്കെ വരുന്നത്, പിന്നെ പ്രാർത്ഥന. അപ്പൊ ഞാൻ പറഞ്ഞത് സൈലന്റ്, ബി സൈലന്റ്. ഒന്നും നമുക്ക് മലയൊന്നും മറിക്കാൻ പറ്റത്തില്ല നമ്മൾ വിചാരിച്ചാൽ. അതുകൊണ്ട് നമ്മളൊന്ന് നിശബ്ദമായിട്ടിരിക്കേ. ഉറപ്പായിട്ടും. ഇത് മല്ലിക്കഫെ മലയാളം റേഡിയോ, അമേരിക്കയിലെ പവർഫുൾ മലയാളം റേഡിയോ, അമേരിക്കയിലെ ആകാശവാണി, അമേരിക്കയിലെ ഫേവറേറ്റ് മലയാളം ആകാശവാണി ഹൂസ്റ്റൺ, ടെക്സാസ്. സ്പെഷ്യൽ ഒരു സെഗ്മെന്റ് ആണ്. ഇത് ശ്രീമാൻ ജെറി പൂവക്കാല. അദ്ദേഹം ഒരു പാസ്റ്ററാണ്, എഴുത്തുകാരനാണ്, ആൻഡ് ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ലോട്ട് ഓഫ് തിങ്സ് ടുഡേ. ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. നവതിയുടെ നിറവിൽ നിൽക്കുന്ന ഒരു പഴയ പാട്ടുകാരിയുണ്ട് നമുക്ക്, പി സുശീലാമ്മ. റേഡിയോ അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് പഴയ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാം. ഞാൻ സുശീലാമ്മയുടെ പാട്ടുകൾ, മെലോഡിയസ് പാട്ടുകളാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത്. പക്ഷെ നമുക്കൊരു എനർജി തരുന്ന ഒരു പാട്ട് നമുക്ക് ഇപ്പൊ പ്ലേ ചെയ്യാം. ശക്തി എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു മൂവി സോങ്, ഒരു പാട്ടാണ് ചന്ദനശിലകളിൽ എന്ന പാട്ട്. ഇതിനകത്ത് ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെള്ളം മതി.
ശുഭകാലം വരൂ എന്നുമേ മണ്ണിലെ സുഖകാലം വരൂ ചില പാട്ടുകൾ നമുക്കൊരു മോട്ടിവേഷൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മണ്ണിൽ ഈ ജീവിതം നമ്മൾ കൊണ്ടാടണം. ഡെഫിനറ്റ്ലി അതൊരു ഭാഗ്യമാണ്. സുന്ദര സുരഭിലമാറുതനുടിയ നേരം സുശീലമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ സുശീല. പക്ഷികൾ പറക്കും ഒരിടം നടുവനിയിൽ ഇന്നിതൾ പൊഴിയും മലർത്തുമ്പിലും മറുവിനിയും എന്നും ഈ മണ്ണിലെ ഉപകാലം വരൂ ചന്ദ്രശിലകളിലും വിളിയൊഴുകിയ തീരം എന്നും ഈ മണ്ണിലെ ഉപകാലം വരൂ വെൽക്കം ബാക്ക് ടു മലിക് എഫ് മലയാളം റേഡിയോ, മലയാളത്തിന്റെ അമേരിക്കൻ സ്വരം. ഞാൻ നിങ്ങളുടെ പ്രിയ ഷിബി ഓൺ എ മിഷൻ ടു സ്പ്രെഡ് സ്മൈൽ, ജോയ് ആൻഡ് പോസിറ്റിവിറ്റി. ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. അതെ, ഇത് മലിക് എഫ് മലയാളം റേഡിയോ, മലയാളത്തിന്റെ അമേരിക്കൻ സ്വരം. ഞാൻ നിങ്ങളുടെ പ്രിയ ഷിബി ഓൺ എ മിഷൻ ടു സ്പ്രെഡ് സ്മൈൽ, ജോയ് ആൻഡ് പോസിറ്റിവിറ്റി. Hello, Houston and surrounding homeowners. Get your shower looking like brand new again. This is Moses with Surface Detox. We are a shower repair and maintenance service company in Houston, Texas. We are specialized in shower regrouting, removing old grout and replacing it with brand new mold and mildew resistant grout. Caulking, sealing joints and edges with durable waterproof caulk, shower cleaning, deep cleaning of shower walls, floors and doors to remove soap scum, mildew and hard water stains. Our service will leave your shower looking like new, mold and mildew free, waterproof and leak free, fresh and clean. Contact us today. You can text or call 281-407-0709 or you can visit our website at surfacedetox.com. Alright. OMG guys, I just found the ultimate food spot in Missouri City. Tribo's Peri Peri Chicken brings the bold, addictive peri peri chicken made famous by the Portuguese and infused with the African birdside chili. Trust me, you must try it. Tribo's Peri Peri Chicken, 8817 Highway 6, Missouri City, Texas. Amira's Cryo Spa and Salon, your beauty, our magic. 10149 Long Point Road, Houston, Texas 77043. 5201 Highway 6, Missouri City, Texas 77459. Phone number 832-973-1156. Our services include advanced skincare, body massage, bridal makeup, henna, microneedling, hair services, waxing, and many more. Amira's Spa and Salon.
ഇന്ത്യൻ ടേക്ക് ഔട്ട് കിച്ചൺ ഡെയിലി ഡിലീഷ്യസിലെ ബിരിയാണി ഫെസ്റ്റ് ലിമിറ്റഡ് ടൈം ഓഫറാണ് ഫോർ നവംബർ ആൻഡ് ഡിസംബർ. വെറൈറ്റീസ് ഓഫ് ബിരിയാണി ഓൺ വെരി അഫോർഡബിൾ റേറ്റ്സ്. സോ മോർ ഡീറ്റെയിൽസ് ഞാൻ അതിൻ്റെ പോസ്റ്ററൊക്കെ നമ്മുടെ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഗസ്റ്റിലേക്ക് തിരിച്ചു വരികയാണ് ശ്രീമാൻ ജെറി പൂവക്കാല. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ എങ്ങും അതിന്റെ ആൻസർ കണ്ടില്ല. നമ്മുടെ റൈറ്ററും ഓതറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ അത് മറന്നു പോകുന്നത് നമുക്കതൊന്ന് പറഞ്ഞു. വാട്ട് യു തിങ്ക് റൈറ്ററും ഓതറും തമ്മിലുള്ള ഡിഫറൻസ്? ഓതർ എന്ന് പറയുമ്പോൾ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണം, ബുക്ക് എഴുതണം. ഞാനൊരു ഓതർ ആകും ഫെബ്രുവരി ഓതർ. ആക്ച്വലി എന്റെ പുസ്തകം കഴിഞ്ഞ വർഷം ഇറങ്ങാനിരുന്നതാണ്. ആക്ച്വലി ഞാനൊരു 1000 പുസ്തകമാണ് ഇറക്കാനിരുന്നത്. പക്ഷെ പുസ്തകം എത്ര പേർക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട് 27,000-ലധികം പേരാണ് നമ്മുടെ പേജിൽ തന്നെ മെസ്സേജ് അയച്ചത്. സോ 1000 പേര്. പുസ്തകത്തിന്റെ പേര് അത് സസ്പെൻസ് ആണ്. അത് ഏറ്റവും ചെറിയ ഹിന്റ് തരാമോ എന്തിനെ പറ്റിയായിരിക്കും ഈ ബുക്ക് എന്നുള്ളത്? ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഏത് തകർച്ചയിൽ നിന്നും, ഏത് തകർച്ചയിൽ നിന്നും നിങ്ങൾ ഞാൻ പറയും മാർക്ക് ക്രിസോസ്റ്റം പിതാവ്, ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു. അദ്ദേഹത്തിന് 70 വയസ്സിൽ ക്യാൻസർ പിടിച്ചാണ്. 103 വയസ്സ് വരെ ആമാശ് പറഞ്ഞ് ചിരിച്ചു കളിച്ച് എന്തൊരു പോസിറ്റീവ് എനർജി. അദ്ദേഹത്തിന് ആൾക്കാർ 3 വർഷമാണ് ശാസ്ത്രം, വൈദ്യശാസ്ത്രം, മെഡിക്കൽ സയൻസ് പറഞ്ഞത്. അതാ പറഞ്ഞത് നമ്മള് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് താഴെ വിടാൻ പറ്റത്തുള്ളൂ. നമ്മൾ വിചാരിക്കാതെ നമ്മളെ തളച്ചിടുവാൻ, തകർത്തിടുവാൻ ലോകത്തിൽ ഒരു മനുഷ്യർക്കും കഴിയത്തില്ല എന്നാണ് ആ പുസ്തകത്തിന്റെ സാരാംശം. പിന്നെ എന്റെ ജീവിതമാണ്. തീർച്ചയായിട്ടും. കാരണം ഈ തീയിലും വെള്ളത്തിലും ഒക്കെ നടന്നതെന്ന് പറയാൻ കഴിയും. എന്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് പ്രായം ചിലപ്പോ ഒരു പക്ഷെ എന്നെ കേൾക്കുന്ന കേൾവിക്കാരൊക്കെ കുറവാണെങ്കിൽ പോലും അനുഭവിക്കാത്ത കഷ്ടമൊന്നുമില്ല. എന്റെ പൊന്നോ, ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചു. പക്ഷെ ഞാൻ മനസ്സിലായി ഈ കഷ്ടങ്ങളെ എല്ലാം എന്റെ തിങ്കിങ് കൊണ്ട് എനിക്ക്, അല്ലെങ്കിൽ എന്റെ ദൈവത്തിലുള്ള നിരന്തരമായ വിശ്വാസം കൊണ്ടും പ്രവൃത്തി കൊണ്ടും. ചിലര് ഭയങ്കര വിശ്വാസമോ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. അപ്പൊ പ്രവൃത്തിയോടുള്ള വിശ്വാസത്തിൽ എനിക്ക് ഉയർത്തെഴുന്നേക്കാൻ കഴിയും എന്നതിന്റെ തെളിവാണ് ഞാൻ ഇന്ന് ലോക പ്രസിദ്ധയായ RJ ഷിബിയോടൊപ്പം മല്ലു കഫേ റേഡിയോയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. യുനോ, ഞാൻ ഒരു കാലത്ത് ചേക്കിലായിരുന്നു. ഞാൻ ഇവിടെ കാല് വെക്കുമ്പോ ആദ്യമായിട്ട് താങ്ക് ഗോഡ്. ഒരു കാലഘട്ടങ്ങളിൽ ഞാൻ ഷിബിയെ എനിക്കറിയില്ല, ഒരു RJ, അമേരിക്കയിലെ ഒരു പ്രസിദ്ധ RJ, എല്ലാവരും ഉള്ള RJ. ഞാൻ എങ്ങനെ ഇവിടെ വന്നിരിക്കും? എനിക്ക് പഠിക്കാൻ. അതുപോലെ തന്നെ ഷിബിക്കും പറയാൻ ഒരുപാട് കാരണങ്ങൾ. എനിക്ക് തീർച്ചയായിട്ടും പത്തനംതിട്ടക്കാരനായ ഫാസ്റ്ററാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ റീസെന്റ്ലിയാണ് ഫാസ്റ്റർ. ഒരു ഓത്തർ, നമ്മള് നേരത്തെ വായന നിന്ന് പോയിട്ടില്ല എന്ന് പറയും. സോഷ്യൽ മീഡിയ യുഗമാണെങ്കിൽ നമ്മൾ അതിന്റെ ആൻസർ പറഞ്ഞായിരുന്നു, വായന നിന്ന് പോയിട്ടില്ല. ഇപ്പൊ നമുക്ക് വായിക്കാൻ ഒരുപാട് മീഡിയാസ് ഉണ്ട്. പണ്ട് പുസ്തകങ്ങളും പത്രങ്ങളും മാത്രമായിരുന്നു. ഇപ്പൊ നമുക്ക് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്. നമുക്ക് വായന നമ്മളെ ഒരുപാട് സെൽഫ് സഫീഷ്യന്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളെ ഭയങ്കര ശക്തരാക്കും. ഒറ്റ കാര്യം ഞാൻ പറയാം, വായിച്ചാലേ വളരത്തുള്ളൂ. വായിച്ചു വളരുക. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസ്, നമ്മുടെ നാട്ടിലെ, ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഒരു ഫെസ്റ്റിവലിൽ പോയിട്ട് അവിടെ നമ്മുടെ പല രാഷ്ട്രീയക്കാരും വന്നിട്ടുണ്ട്. അവർക്കൊന്നും വലിയ വിദ്യാഭ്യാസം ഡിഗ്രി പദമായി ഇല്ലെങ്കിലും ഇവരൊക്കെ വളരെ ചെറുപ്പം തൊട്ട് പുസ്തക പുഴുക്കളായി. അപ്പൊ നമ്മളെ ഒരു നേതൃത്വത്തിലേക്ക് എത്തിക്കണമെങ്കിൽ, നമ്മളെ ഒരു വളർത്തണമെങ്കിൽ, ഒരു ലീഡർഷിപ്പിലേക്ക് എത്തിക്കുവാൻ പുസ്തകത്തിനെ കഴിയത്തുള്ളൂ. വായിക്കാതെ വളരത്തില്ല. വായിക്കത്തില്ലെങ്കിൽ നമ്മൾ വെറും ഒരു മൊണ്ണ ഒരു അതായിട്ടെങ്കിലും. ഞാൻ അതുകൊണ്ട് നമ്മുടെ പിള്ളേരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, റീഡ് സംതിങ്. നോവൽ വായിക്കേ, എന്തെല്ലാം വായിക്കാൻ കഴിയും. ഒരു വായന അനുഭവം നിങ്ങൾ ഉയർത്തിയെടുത്തു കഴിഞ്ഞാണ്. ചില പുസ്തകങ്ങളാണ് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഷിബി. ചില പുസ്തകങ്ങൾ, ആ പുസ്തകത്തിൽ ഒരു വരിയാണ് എന്നെ തളർന്നു കിടന്ന് എന്നെ കാട്ടിലെ എഴുന്നേൽപ്പിച്ചത്. അപ്പൊ അത് നമ്മൾ പാടിയത്, ഒരു ചിരി കണ്ടാൽ അല്ലെങ്കിൽ ഒരു മൊഴി കേട്ടാൽ അത് മതി ചത്ത മനുഷ്യനെ ഉയർപ്പിക്കാൻ. എന്റെ ജീവിതത്തിലെ പല ചാനൽസ് ഫീച്ചർ ചെയ്ത ഒരു പരിപാടിയാണ്. ഇപ്പോൾ എനിക്കൊന്ന് സമയം 9:30 ഞാനിപ്പോൾ മല്ലു കഫേ റേഡിയോയിൽ RJ ഷിബിയോടൊപ്പം. എന്റെ ജീവിതത്തിലെ ഒരു വലിയ സുവർണ നിമിഷമാണ് പ്രിയപ്പെട്ടവരെ. കാരണം നിങ്ങളെപ്പോലുള്ള സ്നേഹിതരുടെ ഭവനത്തിൽ എന്റെ ഈ സാധാരണക്കാരനായ എന്റെ ശബ്ദം, ആഞ്ഞിൽത്താനം എന്ന ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിൽ മാത്രം മുഴങ്ങിക്കേട്ടിരുന്ന എന്റെ ശബ്ദം ഇന്ന് നിങ്ങളുടെ കാതുകളിൽ എത്തുമ്പോൾ, ഒന്നാമത് ഞാൻ വിനീതനാണ് കേട്ടോ. എനിക്ക് അഹങ്കരിക്കാൻ ഒരു സംഭവമില്ല, ഒരു യോഗ്യതയില്ല.
എന്ന് നന്നായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏത് വിഷയമാണ് ചോദിച്ചത്? വിഷയത്തിലേക്ക് വായന. അപ്പൊ അല്ല, വായന എങ്ങനെ മനുഷ്യന് സ്ട്രെങ്ത് കൊടുക്കുന്നത്, എങ്ങനെയാണ് മനുഷ്യനിലെ വ്യത്യാസങ്ങൾ വായന എങ്ങനെയാണ് വരുത്തുന്നത്? വായന മനുഷ്യന് വ്യത്യാസം വരുത്തുന്ന വാക്കുകളുടെ ശക്തിയാണ്, വാക്കുകളുടെ പവറാണ്. മനസ്സിലായി? ഞാനൊരു ഒറ്റ സംശയം ചോദിച്ചോട്ടെ. വിശ്വസിക്കുന്ന ആൾ, ദൈവത്തിലൊക്കെ വിശ്വാസമുള്ള ആളാണല്ലോ ശരി? അപ്പൊ ഞാൻ പറയട്ടെ, ദൈവം എങ്ങനെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? വാക്കാണ്. വെളിച്ചം പറഞ്ഞപ്പോ വെളിച്ചം ഉണ്ടാകട്ടെ, ഇത് സംഭവിക്കട്ടെ. 7 ദിവസം എന്താണ്? സൃഷ്ടിക്കുകയാണ്. ദൈവം നമ്മളോട് എന്താ പറയുന്നത്? സൃഷ്ടിക്കുന്നവരായിത്തീരും. വാക്കുകൾക്ക് ഭയങ്കര പവറാണ്. ഞാൻ അപ്പോഴും പറഞ്ഞല്ലോ, ഏറ്റവും ശക്തിയുള്ള സംഭവമാണ് വാക്കുകൾ. ഒരു മനുഷ്യനെ നശിപ്പിക്കാനും എഴുതി കൊന്നുകളയാൻ. അതായത് ഒരു മനുഷ്യനെ എത്രയോ പേരെ അക്ഷരങ്ങൾ ഇല്ലാതാക്കി, എത്രയോ പേരെ അക്ഷരങ്ങൾ തൂക്കിലേറ്റി, എത്രയോ പേരെ അക്ഷരങ്ങൾ ഇന്ന് സെമിട്രിക്കുള്ളിലാക്കി. ചില ആൾക്കാരുടെ എഴുത്തുകൾ കാരണം എത്രയോ പേർ ചാടി ചത്തു. പക്ഷേ അതേപോലെ തന്നെ നിരവധി ആളുകളെ അക്ഷരം കൊണ്ട് ഷിബി, ഞാൻ കള്ളം പറയുകയാണ്. എനിക്ക് കള്ളം പറയാൻ ഒരു താല്പര്യവും. 157 സൂയിസൈഡ് ആൾക്കാരെയാണ് ഞാൻ കഴിഞ്ഞ വർഷം രക്ഷിച്ചത്. എന്റെ എഴുത്തിൽ കൂടി ഞങ്ങളുടെ ഓഫീസിൽ വന്നത് 157. ഇവരുടെ രേഖകൾ ആര് ഓഫീസിൽ വന്നാലും ഞാൻ കാണിക്കാം, ഇവരെ വിളിച്ച് കാണിക്കാം. 157 പേരെയാണ് ഈ ഫേസ്ബുക്ക് എന്ന മീഡിയത്തിൽ കൂടി മാത്രം എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. ഒരു സ്റ്റോറി ഞാൻ പെട്ടെന്ന് പറഞ്ഞോട്ടെ, 5 മിനിറ്റ് സമയമുണ്ടോ? എന്റെ ഒരു ദിവസം ഞാൻ എറണാകുളത്ത് ഒരു സെമിനാർ പ്രസംഗിച്ചതിന് ശേഷം ഞാൻ ആലപ്പുഴ റോഡിൽ, നിങ്ങൾക്കൊക്കെ ആലപ്പുഴ അറിയാമല്ലോ, നിങ്ങളൊക്കെ ഹൗസ് ബോട്ടിനൊക്കെ നാട്ടിൽ വരുമ്പോൾ ഹൗസ് ബോട്ടെ പോയവരൊക്കെ എനിക്കറിയാം. യൂഷ്വലി ഹൗസ് ബോട്ടിന്റെ നാടാണ്. എന്റെ ഓഫീസ് ചങ്ങനാശ്ശേരിയിലാണ്. അപ്പൊ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എറണാകുളത്ത് സെമിനാർ കഴിഞ്ഞ് തിരിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് വരുമ്പോൾ എന്റെ വാഹനത്തിൽ ഒരു മാഡം വിളിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ എന്നെ ഒരു സഹോദരി വിളിക്കുകയാണ്. സഹോദരി വിളിച്ചിട്ട് ചോദിച്ചു, പൂക്കാലയാണോ എന്ന് ചോദിച്ചു. ഞാൻ അതേ പൂക്കാലയാണല്ലോ. പൂക്കാലെ, എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, ഒരു 5 മിനിറ്റ് തരാമെന്ന് പറഞ്ഞു. നമ്മൾ 5 അല്ല, നിങ്ങൾക്ക് 20 മിനിറ്റ് തരാം, സംസാരിച്ചോളൂ. നിങ്ങൾക്ക് ഒരുപക്ഷെ എന്നോട് സംസാരിക്കാൻ കഴിയത്തില്ല, കാരണം ഞാനൊരു എക്സ് പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്. ഞമ്മൾ ഇൻട്രസ്റ്റിംഗ്. ഞാൻ സംസാരിക്കും, ഞങ്ങളെ പോലുള്ളവരോട് സംസാരിക്കുന്നതിന് പൂക്കാലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കെന്ത് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കെ ഈ ലേഡിയുടെ അനുഭവം ഞാൻ 5 മിനിറ്റ് കൊണ്ട് പറയാൻ ശരി, ഞാൻ സ്പീഡിൽ പറയും, കാരണം യു ഹാവ് ടു വൈൻഡ് ഇറ്റ് അപ്പ്. ഐ നോ. എനിവേ അപ്പൊ ഈ ലേഡി എന്നോട് സംസാരിക്കുകയാണ്. ഞാൻ സംസാരിച്ച് ലേഡി എന്നോട് പറഞ്ഞു, ബ്രദർ, ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ട്. എന്നിട്ട് പൊട്ടിക്കരയുകയാണ്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അവർക്ക് ഇപ്പൊ എന്റെ അമ്മയുടെ പ്രായമുണ്ട്. അപ്പം അവരെന്നോട് സംസാരിച്ചത്, ബ്രദർ, ഞാനൊരു നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു കുഞ്ഞാണ്. നല്ല കുടുംബത്തിൽ എന്ന് പറഞ്ഞാല് നല്ല പൈസ ഉള്ള അപ്പനെ അമ്മ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. പക്ഷെ എന്റെ അപ്പനും അമ്മയും കൂടെ അടിയുണ്ടാക്കി, അപ്പനും അമ്മയും തല്ലുണ്ടാക്കി. അപ്പൻ അമ്മയിട്ടേച്ച് സകല ബാങ്കിന്റെ പണം ഇട്ട് ഒരൊറ്റ മുങ്ങുമുണ്ട്. ഈ ഇത്രയും നാള് സമ്പത്തിൽ ജീവിച്ച ഈ കൊച്ചും ഇതിന്റെ 2 സിബ്ലിങ്സും ഇതിന്റെ അമ്മയും വീട്ടിലിരിക്കുക. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. ഇവർക്ക് പട്ടിണിയാണ്. ഇവർക്ക് നമ്മുടെ മലയാളി സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഈ ടീം ഹാർമണിയൊക്കെ ഉള്ള വരണമെന്ന് ഞാൻ പറയാൻ കാരണം, ഒരു വീട്ടിലൊരു വിഷയം നടന്നാല് അവരെ സഹായിക്കാൻ നമ്മൾ ആൾക്കാർ ചെല്ലണ്ടേ. ഇവരെ സംബന്ധിച്ച് ഇവർ ഐസൊലേറ്റഡ് ആയിരുന്നു. ഇവർക്ക് ആരുമില്ല. ഇവർക്ക് ബന്ധു എന്ന് പറയാനോ സ്വന്തം എന്ന് പറയാനോ ഒരൊറ്റ മനുഷ്യരില്ല. അപ്പൊ ഇവരവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. 1 മാസം കഴിഞ്ഞപ്പോ ഈ വീട്ടിൽ പട്ടിണി ഭയങ്കരമായിട്ട് വർദ്ധിച്ച് ഇവര് മരിക്കും എന്നൊരു ഉറപ്പായി. ആ സമയത്ത് ഈ എന്നെ വിളിച്ച സഹോദരിയുടെ അമ്മ ഈ സഹോദരിയോട് പറയുകയാണ്, മോളെ, ഇപ്പൊ ഒരു അങ്കിള് വരും, നീ അങ്ങ് പൊക്കോണം. ഒരു അങ്കിള് വരും, അങ്ങ് പൊക്കോണം. അയ്യോ, അതെന്നാ? ഉടനെ പറഞ്ഞു, ഇവക്കൊന്നും മനസ്സിലായി, ഞാൻ പോവാം. പക്ഷെ അങ്കിള് വന്നപ്പോ ഇവക്ക് കത്തി, സംതിങ് ഈസ് റോങ്. ഞാൻ പൊതുവേദിയായിട്ട് മറ്റു കൂടുതലൊന്നും പറയുന്നില്ല. ദാറ്റ് വാസ് ദെയർ ഫസ്റ്റ് ഡേ. കാരണം ഇവള് പോത്തില്ലെന്ന് അമ്മയോട് പറഞ്ഞപ്പോ അമ്മ ഒരൊറ്റ വാക്ക് ചോദിച്ചു, നീ ആ പിള്ളേരുടെ വയറ് കണ്ടോടി? ആ 2 പിള്ളേരുടെ വയറ് കണ്ടോ? ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ യു ഹാവ് ടു ഗോ എന്ന് പറഞ്ഞു. ആ പിള്ളേരുടെ വയറ് കാണുകയും she went. That was her first day. അവള് പൈസ കൊണ്ടുവന്നു, വീട്ടിലേക്കുള്ള ഭക്ഷണം മേടിച്ച് പിള്ളേർക്ക് കൊടുത്തു.
ഭക്ഷണം മേടിച്ച് ഭക്ഷണം കൊടുത്തു. പിള്ളേരുടെ വയറ് നിറഞ്ഞപ്പോ ഇവർക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഇവൾ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം 4ാമത്തെ ദിവസം പോയി ഇവൾ ഈ കുടുംബത്തെ പോറ്റി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. കുഞ്ഞുങ്ങളൊക്കെ വലിയതായി കഴിഞ്ഞ് ഇവർക്കിപ്പം ഇവരുടെ പേരെന്തുവാ ഇവര് പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ഇവരെ അങ്ങ് തള്ളിക്കളഞ്ഞ് ഇവര് നാട് വിട്ട് ഇപ്പൊ ഇവര് പോറ്റി പുലർത്തിയ ഒരാള് അമേരിക്കയിലുണ്ട്. ഈ സഹോദരി അമ്മ കാരണമാണ് ഓർക്കണം. അമ്മ കാരണമാ. ഒരാൾ അയർലൻഡിലുണ്ട്. ഈ സഹോദരി തമിഴ്നാട്ടിലൊരു ബേക്കറിയിൽ ഇപ്പൊ ജോലി ചെയ്യും. ഈ സഹോദരിക്ക് ആരോ എന്റെ ഒരു ലേഖനം വാട്സപ്പില് ഈ സഹോദരി ആത്മഹത്യ ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. ഇനി ജീവിതമൊന്നുമില്ല, ആരുമില്ല, എല്ലാരും ചതിച്ചു. ഇവർക്കും തെറ്റ് പറ്റിപ്പോയി. തെറ്റെന്ന് അമ്മ തെറ്റിലേക്ക് പെടുത്തിയതാ. ഞാൻ പറഞ്ഞു ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറഞ്ഞു. ഒരു മനുഷ്യനെ നമ്മൾ ചുമ്മാതെ ജഡ്ജ് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നത്, എല്ലാവരും ചേർത്ത് പിടിക്കുന്നത്. അവരുടെ സാഹചര്യം, അവർ പോകുന്ന അവസ്ഥ, അവരെങ്ങനെ അവസ്ഥയിൽ എത്തിയെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവസാനം ഫൈനലി ഈ ലേഡി പറയാണ്, ചെറിയ അതിനകത്തൊരു പദം എഴുതി, നീ ഏത് പാപം ചെയ്താലും, നിനക്ക് ഏത് തെറ്റ് പറ്റിയാലും നിനക്ക് മടങ്ങി വരാൻ കഴിയും. നീ ഒരിക്കലും ആത്മഹത്യ ചെയ്തത് എന്നൊരു ലേഖനം എഴുതി. ഈ ലേഖനം അവള് വായിച്ചിട്ട് അവര് പറഞ്ഞു, ഞാൻ എന്റെ തലവണ്ണയിലേക്ക് എന്റെ വാ അമർത്തിയിട്ട് അലറി, ഞാൻ ഇനി മരിക്കത്തില്ല, ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു, താങ്കളുടെ എഴുത്താണ് എനിക്ക് പുനർജന്മം നൽകിയത്. അപ്പൊ ഞാൻ അവർക്ക് മീറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ലൂലുവിൽ പോയി മീറ്റ് ചെയ്ത് ഞാൻ അവരെ കണ്ടുടനെ കെട്ടിപ്പിടിച്ച് എന്റെ അമ്മയാണ്. ഐ ഹഗ്ഡ് ഹെർ, ഗിഫ്റ്റഡ് എ സാരി. ഷീസ് കോളിംഗ് മീ. എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു അമ്മയെ കൂടെ കെട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പോയത് അവസ്ഥ. ആ സ്ത്രീ ചില വിഷയങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി ഫൈനലി ഞാൻ ഇന്ന് കാണുന്ന ഏറ്റവും വിശുദ്ധയായ സ്ത്രീ ആ സ്ത്രീയാണ്. താങ്കളിപ്പോ പറഞ്ഞ ഈ മെസ്സേജ് ഒരു ഗ്രേറ്റ് മെസ്സേജാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത്. നമ്മള് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ സൃഷ്ടിക്കാതെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നു. നമുക്ക് എന്തായാലും ദൈവം ജീവിതം തന്നു. സോ വി ഷുഡ് യൂസ് അവർ ലൈഫ് ടു മേക്ക് ഇൻ ലൈക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം, നല്ല വ്യത്യാസങ്ങൾ വരുത്തുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറണം. അല്ലാതെ ക്രിറ്റിസിസവും അവരുടെ ജീവിതം കൂടുതൽ തകർക്കുന്ന രീതിയിൽ. എന്തുകൊണ്ടാണ് അവർ ആ അവസ്ഥയിൽ എത്തിയെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാനിപ്പം കടന്നു പോകുന്ന വേദന ഷിബിക്ക് അറിയാമോ? ഷിബി സിസ്റ്റർ അല്ലെ RJ ഷിബി കടന്നു പോകുന്ന കാണുമ്പോ എന്തോ പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, പാട്ട് വരുമ്പോ നമ്മൾ ഡാൻസ് ചെയ്യുന്നു. ഉള്ളിന്റെ ഉള്ളിൽ ഞാനും ഷിബിയും നമ്മുടെ ഈ ഹോൾ ടീം ഓഫ് മല്ലു കഫേ ഇവിടെ കടന്നു പോകുന്ന നമ്മുടെ എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവര് കടന്നു പോകുന്ന ആ അവസ്ഥ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ആ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കി ഒരു മനുഷ്യൻ, നമ്മൾ ചില മനുഷ്യരെ കാണുമ്പോൾ ഭയങ്കര അഹങ്കാരിയാണ്, ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഉള്ളവനാണ്. ഒരുപക്ഷെ അവൻ തകർന്ന് തരിപ്പണമായിട്ട് ഒരു മനുഷ്യരോട് മിണ്ടാൻ പോലും കഴിയാതെ ഇൻട്രോവേർട്ടായ ഒരു മനുഷ്യനായിരിക്കും, ഒരു ഭാവമായിരിക്കും. ഞാൻ എപ്പോഴും പറയും, ഒരു പുസ്തകത്തിന്റെ മുഖച്ചട്ട കണ്ട് ഒരു പുസ്തകത്തെ നിങ്ങൾ വിലയിരുത്തരുതേ. ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ വളരെ ചിലരൊക്കെ ഭയങ്കരമായിട്ട് നീറി ചിലർ കരയുന്നുണ്ടാകും നമ്മളെ കേൾക്കുമ്പോൾ. ചില ഞാൻ ക്രൈ ലൗഡ്ലി ക്രൈ, ഉറക്കക്കര. അടുക്കളയിലോട്ട് മാറി നിന്ന് അല്ലെങ്കിൽ മുറിയിലോട്ട് പോയി ഉറക്കക്കര കരഞ്ഞിട്ട് പറ, ഇനി ഞാൻ തോറ്റു കൊടുക്കത്തില്ല. എന്തൊക്കെ സാഹചര്യം എനിക്കുണ്ടായാലും, എന്തൊക്കെ സംഭവം വന്നാലും ഞാൻ വിചാരിക്കുന്നു ഞാൻ ഉയർച്ച പ്രാപിക്കും, എന്നെ ദൈവം ഉയർത്തും, ഞാൻ അനുഗ്രഹം പ്രാപിക്കും, ഞാൻ വാലല്ല തലയായി മാറും, ഞാൻ ഈ ഹൂസ്റ്റൺ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, ഞാൻ ഈ ഹൂസ്റ്റണിൽ ജോലിയിൽ അനുഗ്രഹിക്കപ്പെടും, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, എന്റെ അടുക്കള അനുഗ്രഹിക്കപ്പെടും, എന്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും, എനിക്ക് സൗന്ദര്യം ഉണ്ടാകും, എനിക്ക് ആരോഗ്യം ഉണ്ട്, ഞാൻ ഭയങ്കര ഹെൽത്തിയാണ്, എനിക്ക് 100 വയസ്സ് ജീവിക്കാൻ പറ്റും, എനിക്ക് ദീർഘായുസ്. മനുഷ്യന് നമ്മളെ മുദ്ര കുത്തും, അങ്ങനെ നിനക്കത് നടക്കില്ല, നിനക്കത് നടക്കില്ല, നീ ഇങ്ങനെയായിരിക്കും, നിന്റെ ഹെൽത്ത് അങ്ങനെയായി പോയി, നീ അങ്ങനെ. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി നല്ലത് വിചാരിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ആ ഒരു ദൈവത്തെ മുറുകെ പിടിച്ചുള്ള ശക്തിയിൽ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ ഉദാഹരണമാണ്. ഐ ലോസ്റ്റ് മൈ ഫാദർ when he was only 49 years old. He was only 49 years old. Okay, അപ്പോ പപ്പ മരിച്ചതിന് ശേഷം ഞാൻ ഏറ്റവും കേട്ടിട്ടുള്ള ഭയപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പപ്പയുടെ അതേ ശരീരപ്രകൃതവും പിന്നെ ഐ ഹാഡ് ലോട്ട് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഇൻ മൈ ലൈഫ്. അപ്പോ ഞാനും 50 തികക്കില്ല എന്ന് വിധി എഴുതിയിട്ടുള്ള അപ്പൊ എന്റെ അപ്പന് തലമുറയെ കാണാനുള്ള മക്കളെ കണ്ട് കൊച്ചുമക്കളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല.
പക്ഷെ God bless me. Before I reached 50, ദൈവം എനിക്കൊരു തന്നു. ഒരു മകളെ 25 years ago തന്നു. അന്ന് ഞാനൊരു മകനെ ആഗ്രഹിച്ചു. ഇപ്പൊ ഒരു ചെറുമകൻ സന്തോഷം. സോ ഐ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ സർപ്രൈസ് ആയി. അമ്മച്ചിയാണെന്ന് എനിക്ക് അറിയത്തില്ല. പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. വല്ലാത്തൊരു ബ്ലെസ്സിംഗ് ആണ്. അതൊരു തീർച്ചയായും 24 years വെയിറ്റ് ചെയ്തെങ്കിലും മകനിലൂടെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു ചെറുമകനിലൂടെ എനിക്ക് ആ സന്തോഷം ദൈവം തന്നു എന്നുള്ളതാണ്. സോ നിങ്ങൾ എത്ര കാലം വെയിറ്റ് ചെയ്തോട്ടെ, എത്ര വേദനകളിലേക്ക് കൂടെ കടന്നു പൊക്കോട്ടെ, ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ ജീവിതത്തില് ഈ പീഡാനുഭവം അനുഭവിച്ച് അവസാനം ദൈവത്തോട് ഞാൻ അങ്ങ് പറഞ്ഞു, ദൈവമേ, ദൈവം ഇല്ലെന്ന് എനിക്ക് ഉറപ്പാ, പക്ഷെ സാത്താനുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അവൻ എന്നെ ഉപദ്രവിക്കുകയും എന്റെ വഴി മുടക്കുകയും എപ്പോ നടത്തെല്ലാം പരാജയം സൃഷ്ടിക്കുകയും എവിടെ നോക്കിയാലും വെല്ലുവിളികൾ സൃഷ്ടിക്കും. പക്ഷെ ഫൈനലി എന്നോട് ദൈവം മൃദസ്വരത്തിൽ സംസാരിച്ചു. അത് ചിലപ്പോ ആ സംസാരം വർഷങ്ങളായെടുത്ത് എന്നോട് സംസാരിക്കാൻ 3 കൊല്ലം എന്നെ ഒരു മുറിക്കകത്ത് അടച്ചിടേണ്ടി വന്നു. പക്ഷെ ആ മുറിക്കകത്ത് അടച്ചിട്ടപ്പോൾ 11 മില്യൺ ആൾക്കാർ എന്റെ ഓരോ പോസ്റ്റ് വായിക്കുമെന്ന് ഞാനന്ന് സ്വപ്നത്തിൽ പോലും കണ്ടില്ല. രാത്രി കിടക്കുമ്പോൾ പറയും ഇന്നങ്ങ് ചത്തുപോയിരുന്നേ. രാവിലെ എഴുന്നേക്ക് പറയും എന്തൊരു ദിവസമാണ്, ഒരു ദിവസം കൂടെ ജീവിക്കണമല്ലോ. ബട്ട് ഫൈനലി ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പണിയായുധ ശാലയിൽ ഒരു ദിവസം പോലും ദൈവത്തിന് വേസ്റ്റ് അല്ല. കാരണം ഇന്ന് എന്റെ അടുക്കൽ വരുന്ന ഓരോരുത്തരുടെ വിഷയം ഞാൻ ഓരോ ദിവസം അനുഭവിച്ചിട്ടുണ്ട്. ഒരു പുള്ളി ഈ വിഷയം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് ഇട്ടുകൊടുക്കും. ഞാൻ പ്രവാചകനായോണ്ടല്ല, ഞാൻ ഓരോ അത് മാത്രല്ല നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഐ ക്യാൻ സെൻസ്. നമുക്കൊരു എനർജി ഉണ്ടല്ലോ, ഈ എനർജി നമുക്കറിയാമല്ലോ. ആ എനർജി ഒരുപാട് പേരെ ഇന്ന് വീട്ടില് നമ്മുടെ ഈ ടോക്ക് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഐ ഫീൽ ഒരു സൗഖ്യം, ഒരു ഹീലിംഗ് ആണ് നടക്കുന്നത്. അഴിയാത്ത ഒരു പ്രശ്നങ്ങളുമില്ല, പൊട്ടിക്കാൻ പറ്റാത്ത ഒരു പൂട്ടുമില്ല, പരിഹരിക്കാൻ കഴിയാത്ത ഒന്നും തന്നെ ഇല്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു ഗോഡ്. ആൻഡ് ഐ ഓൾവേസ് സേ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ബെസ്റ്റ് ഈസ്. ഇതൊന്ന് വാ തുറന്ന് പറയൂ അമ്മച്ചി, ഇതൊന്ന് വാ തുറന്ന്. വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ വാ തുറന്നൊന്ന് ഉറക്കെ പറയൂ. ആരുമില്ലല്ലോ വണ്ടിയില്, ഒന്ന് അമറി പറ, എന്റെ ജീവിതത്തിൽ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. താങ്കൾ പറഞ്ഞ പോലെ ശവക്കുഴിയുടെ അവസ്ഥയിൽ നിന്നാണ് ദൈവം എന്നെ തോണ്ടി വലിച്ച് കാരണം ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ പുതപ്പ് മൂടിയിട്ട്, ഞാൻ പലപ്പോഴും ഇത് റേഡിയോയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പുതപ്പ് എന്റെ തലയിലൂടെ മൂടിയിട്ട് ഐ വോണ്ട് സീ ദ നെക്സ്റ്റ് ഡേ എന്ന് വിശ്വസിച്ചുകൊണ്ട് കിടന്നുറങ്ങിയിട്ടുള്ള കുറെ വർഷങ്ങളായിട്ട് ലൈഫിലുണ്ട്. ഐ കവർ മൈ ഫേസ് തിങ്ക് ദാറ്റ് നാളെ രാവിലെ ഞാൻ കാണാൻ പോകുന്നു. സോ പക്ഷെ എന്നെ ഇത്രയും നല്ല പകലുകൾ കാണാൻ വേണ്ടിട്ട് ഇത്രയും ആയുസ്സോടെ ദൈവം ആരോഗ്യത്തോടെ, there are struggles, health struggle ആകാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്നുള്ള സ്ട്രഗിളുകളാകാം, there are struggles. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ട് ups and downs. സോ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്ന പോലെ ദൈവം നമ്മളെ നടത്തുക എന്ന് പറയുന്നത്, നമ്മൾ അതിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് അപ്പൊ ദൈവം വാസ് യൂസിങ് മീ, ലൈക്ക് എന്നെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് എന്നെ ദൈവം യൂസ് ചെയ്യുകയായിരുന്നുള്ളതാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ ഐ ഹാഡ് ഫാമിലി സ്ട്രഗിൾസ് ഇൻ മൈ ലൈഫ്. എന്റെ ഹസ്ബൻഡും വൈഫും ഞാനും, എന്റെ ഹസ്ബൻഡും പെട്ടെന്ന് ഞങ്ങള് വി സ്ട്രഗിൾ ഇൻ അവർ ലൈഫ്. ഞങ്ങളുടെ മാരേജിന് ദൈവം സ്ട്രോങ് ആക്കി കൊടുത്ത്, ദൈവത്തിന് ഞാൻ കൊടുത്തൊരു പ്രോമിസ് ആണ്. ഐ ഷെയർ മൈ സ്റ്റോറി. എന്റെ സ്റ്റോറി ഞാൻ ഷെയർ ചെയ്യുമ്പോൾ പല നാണംകെട്ട കാര്യങ്ങളും നമുക്ക് പറയേണ്ടി വരും തുറന്ന്. എന്റെ ഹസ്ബൻഡിന് അത് പ്രോബ്ലം ഇല്ല. സോ എനിക്ക് ഈ പ്ലാറ്റ്ഫോം ദൈവം തന്നിരിക്കുന്നത് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ്. സോ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവരുടെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, put God first, make sure you pray together, you spend time together, laugh together, sleep together, sleep in same room. ഞാൻ പറയും ഒരു കാര്യം എന്നെ എന്റെ ലൈഫിൽ സഹായിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, വി ഡിസൈഡഡ്, നമ്മളൊരു വലിയ ഫൈറ്റ് ഉണ്ടായാൽ പോലും വി മേക്ക് ഷുവർ വി ഡോണ്ട് പിണങ്ങിയ ഒരു മനസ്സോടെ ഡോണ്ട് ഗോ ടു ബെഡ്. ആ പിണക്കം സോൾവ് ആക്കി നമ്മൾ പോകാൻ ശ്രമിക്കുക. പിണങ്ങിയ മനസ്സോടെ പോകാൻ ശ്രമിക്കുക, ദാറ്റ്സ് റിയലി ബാഡ്.
സോ തിങ്സ് ലൈക്ക് ദാറ്റ്. നമ്മളൊന്നും ആരുമല്ല, ദൈവത്തിന് മുമ്പിൽ നമ്മളൊന്നും ആരുമല്ല. പക്ഷെ നമ്മളെ ഇങ്ങനത്തെ അവസ്ഥകളിലൂടെ ഒക്കെ ദൈവം കടത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് നമ്മളെ യൂസ് ചെയ്യാനാണ് ദൈവത്തിന്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേദനകൾ വരുന്നത് വേദനയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് പ്രശ്നങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സോ പീപ്പിൾ വിൽ ട്രൈ ടു, നമ്മൾ ടോപ്പിക് സംസാരിക്കും, നമ്മൾ ജസ്റ്റ് കുടുംബം ഒരു ടോപ്പിക്കാണ്. പക്ഷേ people will try to edit you down. നമുക്ക് ഒരു മാധ്യമത്തെ പറ്റിയും ബുക്കുകളെ പറ്റി എഴുത്തിനെ പറ്റിയൊക്കെയാണല്ലോ. അപ്പൊ ഇവിടെ എഡിറ്റ് ഡൗൺ എന്ന് പറഞ്ഞൊരു ഒരു കാര്യം പറയാറുണ്ട് മനുഷ്യരെ, ലൈക്ക് പല കാര്യത്തിലൊക്കെ. അതൊരു മൂവിയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പത്രങ്ങളുടെ കാര്യങ്ങൾ, പത്രത്തിൽ എഴുതുന്ന കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റുക എന്ന് പറയും. എഡിറ്റ് യു ഡൗൺ ഒരു പരിപാടിയുണ്ട് മനുഷ്യർക്ക്. നമ്മൾ മലയാളികളെ അത് ഒരുപാട്, അവർക്ക് മറ്റുള്ളവരെ എഡിറ്റ് ഡൗൺ ചെയ്യാൻ ഭയങ്കര കഴിവുള്ളവരാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, നമ്മുടെ ഓഥർ, നമ്മളാകുന്ന പുസ്തകത്തിന്റെ ഓഥർ ദൈവമാണെന്ന് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐ മീൻ ഇതൊരു ബ്യൂട്ടിഫുൾ ഒരു ഇതാണ്. നമ്മുടെ എൻഡ്, നമ്മുടെ സ്റ്റോറിയുടെ എൻഡ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ എൻഡ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്ര നമ്മൾ എഡിറ്റ് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യർ നമ്മൾ തളരത്തില്ല, നമ്മൾ തകരത്തില്ല, നമ്മൾ വേദനിക്കത്തില്ല. കാര്യമുണ്ട്. ഞാൻ പറയുന്നത്, എനിക്കിപ്പോ എഡിറ്റ് ചെയ്തില്ലേ പ്രശ്നം ആൾക്കാര്. ഞാൻ പറയും ആരും ഒന്ന് ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോ അതിനകത്ത് കുറഞ്ഞത് ഇപ്പൊ റീസെന്റ് ആർട്ടിക്കിൾസ് ഇഫ് യു ഗോ ടു മൈ പേജ് യു ക്യാൻ സീ മോർ ദാൻ 1000 കമന്റ്സ് ഒരു സാധനത്ത് അത് വരും. പിന്നെ അല്ലെങ്കിൽ 600 കമന്റ്സ് 800 കമന്റ്സ്. ഞാൻ പറയും അതിനകത്ത് ഒരു 30% ഭയങ്കര ചീത്തകളിയാ. എന്നൊക്കെ വിളിക്കും. പക്ഷെ ഐ എം ഹാപ്പി. എനിക്ക് അവരോടൊന്നും ഒരു പിണക്കില്ല കേട്ടോ. അവരെന്നെ വായിക്കുന്നല്ലോ, മനസ്സിലായി. അവർക്ക് എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണല്ലോ അവര് അത് പറയുന്നത്. അവര് പറയാൻ വേണം, കാരണം എന്റെ ആശയങ്ങളെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. പറഞ്ഞേ എനിക്ക് എഴുത്തിൽ തെറ്റ് പറ്റത്തില്ലെന്ന് വിശ്വസിക്കും. പക്ഷെ ആ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ. അപ്പം ഇഫ് പീപ്പിൾ ട്രൈ ടു എഡിറ്റ് യു ഡൗൺ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി ലോകത്തിലുണ്ട്, നിങ്ങൾ മാത്രം. അതായത് ഷിബി അല്ലെങ്കിൽ ഷിബി രക്ഷപ്പെടണമെന്നും മല്ലു കഫെ രക്ഷപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ഒരേ വ്യക്തി, ബാക്കി ആരും അത് ആഗ്രഹിക്കണം. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആഗ്രഹിക്കണം. എന്താണ്? എനിക്ക് രക്ഷപ്പെടണം. ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ സ്റ്റുഡിയോയുടെ കപ്പിത്താൻ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കാലഘട്ടത്തിനുള്ള കുടുംബ ജീവിതത്തിലുള്ള പരമമായ സന്ദേശമാണ്. കാരണം ഈ ഒരു വലിയ സ്റ്റുഡിയോ, ഈ സ്റ്റുഡിയോയുടെ പിന്നാമ്പുറത്ത് നിൽക്കുമ്പോൾ ഷിബിയുടെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇതിന്റെ ഒരു നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ വൈഫുമാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഐ ആം സംതിങ്, ഹെഡ് ഞാനാണ്, ഹെഡ് ഞാൻ മാത്രമായിരിക്കണം, നീ അവിടെ ഇരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഈ ആ ഒരു ബ്യൂട്ടി, റോയ് എന്നല്ലേ, റോയ് സാറും ഇവിടെ ഇരുന്ന് ആ ഞങ്ങൾക്ക് തരുന്നൊരു വൈബ് ഉണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങൾ എല്ലാവരും റോയ് സാറിന്റെ മുഖം നോക്കിയാണ് ഞങ്ങൾ ആ ഒരു വൈബ്. ബാക്ക് സ്റ്റേജിൽ നിന്ന് ഈ ഒരു വലിയ പ്രസ്ഥാനത്തെ കരപിടിച്ചുയർത്തുവാൻ ഞാൻ നിങ്ങളുടെ പ്രസ്ഥാനത്തെ ഞാൻ 2 വർഷം മുമ്പാണ് അറിയുന്നത്. ഞാൻ നിങ്ങളുടെ റീസെന്റ് നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം അമീർ ബ്യൂട്ടി, അമീർ സ്പാ, ആ സ്പായെ പറ്റി ചെയ്ത് അതിന്റെ പുറത്ത് ഷിബി വരുന്നു, കൂളിംഗ് ഗ്ലാസ് വരുന്നു, പിന്നെ റെസ്റ്റോറന്റ് ചെയ്യുന്നു. ഇതെല്ലാം മലയാള മനസ്സുകളുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച ചിത്രം കണ്ടായിരുന്നു അവളെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. ഒരു മാസ് മനുഷ്യന്റെ ഹൃദയത്തെ കീഴടക്കുവാൻ ദൈവം നിങ്ങളെ ഈ ഹൂസ്റ്റൺ പട്ടണത്തിൽ തെരഞ്ഞെടുത്തു. അതും നമുക്ക് മലയാളികൾക്ക് ഒരു റേഡിയോ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ് കേട്ടോ. റോയ് സാറൊക്കെ ഞാൻ പറഞ്ഞു, ഞാനൊരു ചരിത്ര എഴുത്തുകാരൻ കൂടെയാണ്. അപ്പൊ ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. നമുക്ക് റേഡിയോസ് ഉണ്ടായിരുന്നു. എനിക്ക് ന്യൂയോർക്കില് നമുക്ക് റേഡിയോസ് ഉണ്ട്, കാലിഫോർണിയ റേഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെയൊക്കെ ശക്തി ഇപ്പൊ നിന്ന് പോയിട്ടുണ്ട്. വെബ്സൈറ്റുകളിലൊക്കെ ഉണ്ടാകാം. പക്ഷെ വീണ്ടും ഒരു ജനനം അമേരിക്കയിൽ റേഡിയോയ്ക്ക് മല്ലു കഫയ്ക്ക് കൊടുക്കുവാൻ കഴിഞ്ഞു. ഞാൻ പറയട്ടെ, എന്നെ പോലുള്ള നിരവധി മലയാളികൾ അത് കാണുന്നു. അത് പലപ്പോഴായി ഞങ്ങളുടെ മുമ്പിൽ ഫേസ്ബുക്ക് കൊണ്ട് ഇടുന്നു. സോ ഡെഫിനറ്റ്ലി ഇത് മലയാളത്തിന്റെ അമേരിക്കൻ സ്വരമായി 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനങ്ങളിൽ എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ പറയട്ടെ, ഇതിലെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഞാൻ നാട്ടിൽ നിന്ന് എനിക്കും അമേരിക്കയിലോട്ട് വരണമെങ്കിൽ പുള്ളി പിടിച്ചു വരണ്ടേ. ഐ ഡോണ്ട് നോ ഹു ഈസ് ദിസ്. ഞാൻ അവരെ പ്രൊമോഷൻ കൊടുക്കുകയല്ല. ഞാൻ പറഞ്ഞു എനിക്കൊക്കെ മനസ്സിൽ പതിഞ്ഞ ആ മൈൻഡിൽ പതിഞ്ഞ ആ ഒരു മാസ് മീഡിയ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പവറാണ് ഞാൻ പറഞ്ഞത്. ബ്യൂട്ടിഫുൾ.
എനിവേ, അപ്പൊ ഞാൻ ഈ കുടുംബജീവിതത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണമല്ലോ. ഇപ്പോൾ 9:51 ഹൂസ്റ്റണിലായിരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രിയ ഈ മല്ലു കഫേ റേഡിയോ ഹോൾ ടീം ഓഫ് ഗ്രൂപ്പിന്റെ കൂടെ ഇന്ന് സമയം സ്പെൻഡ് ചെയ്യുവാനും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഹവർ നിങ്ങളോടൊപ്പം സംസാരിക്കാനും ഹൂസ്റ്റണിലെയും അമേരിക്കയിലെയും പ്രത്യേകിച്ച് എന്റെ ഫോളോവേഴ്സ് ഒരുപാട് പേര് ഇപ്പോൾ വെബ്സൈറ്റിൽ എന്നെ കാണുന്നതായിട്ട് അറിയിച്ചു. എല്ലാവരെയും ഞാൻ അമേരിക്കയിൽ നിന്ന് സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഒരു കഥയൂടെ പറഞ്ഞ് ഞാൻ ഈ ഞങ്ങളുടെ നാട്ടില് ഷിബി ഏത് നാട്ടിലെ കൊല്ലം ഞങ്ങളുടെ തിരുവല്ല അറിയാമല്ലോ അല്ലേ? തിരുവല്ല എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് തിരുവല്ല എന്ന് അമേരിക്കയിലുണ്ട് കേട്ടോ. കേൾക്കുന്ന കുറെ പേര് കാണും. തിരുവല്ലയില് നമ്മുടെ മർത്തോമ കോളേജില് ഒരു പ്രൊഫസറാണ്. മർത്തോമ കോളേജിൽ അദ്ദേഹം യുഎസ് ഗവൺമെന്റ് പ്രൊഫസർ. മർത്തോമ കോളേജിന്റെ അടുത്തുള്ള ഒരു പ്രൊഫസറാണ്. അദ്ദേഹത്തിന് പെൻഷൻ കിട്ടാൻ 2 വർഷം മുമ്പുള്ള സമയം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഡിമെൻഷ്യ ഒരു കാര്യം മനസ്സിലാണ്. ഞാൻ എന്റെ കൂട്ടത്തിൽ പറയാം. ഇപ്പൊ ലോകത്തിൽ ഏറ്റവും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന രോഗം ഡിമെൻഷ്യയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മയോ ക്ലിനിക്കിന്റെ ബുക്ക് വായിച്ചു. പുതിയ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് മയോ ക്ലിനിക്കിന്റെ. നിങ്ങൾക്ക് അത് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു വായിക്കണം കേട്ടോ. ഞാനത് 2 പ്രാവശ്യം വായിച്ചു. ഒരു ക്യാൻസർ അല്ല ഇപ്പോഴത്തെ ഏറ്റവും സ്പ്രെഡിങ് ഡിസീസ്. ഇപ്പോഴത്തെ സ്പ്രെഡിങ് ഡിസീസ് ഡിമെൻഷ്യയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ ടെക്നോളജിയുള്ള ഉപയോഗമാണ്. നമ്മൾ ചിന്തിക്കാൻ സമയം കൊടുക്കുന്നില്ല, നമ്മൾ തിങ്ക് ചെയ്യാൻ സമയം കൊടുക്കുന്നില്ല. ബ്രെയിൻ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഓട്ടിസത്തിലേക്ക് നയിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ അമേരിക്കയിലെ വീട്ടിലെ എനിക്ക് ദേഷ്യമുണ്ട് ചില അമ്മമാരോട്. ഞാനൊക്കെ ചൂടാകുക ഈ റേഡിയോ കൂടെ. നിങ്ങൾ പലരും കൊച്ചിന് ഫുഡ് കൊടുക്കുന്നത് കാർട്ടൂൺ കാണിച്ചുകൊണ്ടാണ്. നിങ്ങൾ കുഞ്ഞിനെ ലവ് ചെയ്യുവല്ല, നിങ്ങൾ കുഞ്ഞിനെ നശിപ്പിക്കുക. പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ. നിങ്ങളുടെ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇതിനകത്തൂടെ ചൂടാകുന്നത്, നിങ്ങളോട് ദേഷ്യപ്പെടുന്നത്. കാരണം ഞാൻ എന്റെ പല ബന്ധുക്കളോടും ഞാൻ ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ട്. യു ആർ മേക്കിംഗ് ഹിം, അവന്റെ ബ്രെയിനെ നിങ്ങൾ നശിപ്പിക്കുക. അവന് ഭക്ഷണം കഴിക്കാനും രുചിച്ച് കഴിക്കാനും നോക്കി കഴിക്കാനും കണ്ടു കഴിക്കാനില്ലത് അവൻ കാണുന്നത് ഓരോ കഥാപാത്രങ്ങളെ കണ്ട് അവസാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഓട്ടിസം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് നെവർ ഡു ദാറ്റ്. ഈ ഡിമെൻഷ്യ പോലത്തെ ഒരു രോഗം നമ്മൾ പറഞ്ഞു വരുന്ന മർത്തോമ കോളേജിലെ അടുത്തുള്ള പ്രൊഫസറിന്റെ കാര്യമാണ്. ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് 2 വർഷം പെൻഷൻ കിട്ടാനുള്ള 2 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് രോഗം. അപ്പൊ അദ്ദേഹം VRS അങ്ങനെ കണ്ടൊരു സംഭവമുണ്ട്. വിത്തൗട്ട് വോളണ്ടറി റിട്ടയർമെന്റ് എന്നങ്ങണ്ട നേരത്തെ റിട്ടയർമെന്റ് എടുക്കാം. പെൻഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ബന്ധുക്കളെല്ലാം കടന്നു വന്നിട്ട് പറഞ്ഞു, എടാ നീ എന്നോ മണ്ടനാണ്. ഈ 2 കൊല്ലം കൂടെ ഈ മറവി പിടിച്ചവർക്ക് വേണ്ടി നീ എന്തിനും കളഞ്ഞു. നിനക്ക് അവിടെ നിൽക്കത്തില്ലായിരുന്നു. നീ എന്തിനീ മണ്ടത്തരം കാണിച്ചു. ഒരാഴ്ച മുഴുവൻ നിനക്ക് പെൻഷൻ കിട്ടത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടാ. രാവിലെ അവള് കുളിക്കാൻ കയറി വെള്ളം തുറന്നു വിടും, അവിടെ നിൽക്കും. പൈപ്പ് ഗ്യാസ് ഓണാക്കും, അവള് ഓഫ് ചെയ്യത്തില്ല. നീ മനസ്സിലാക്കണം, ഞാൻ ജോലിക്ക് പോയ ഈ 30-ലധികം വർഷങ്ങൾ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കഞ്ഞി വെച്ച് കിഴങ്ങുമെഴുക്കോട്ടി ഉണ്ടാക്കി, സമ്മന്തി ഉണ്ടാക്കി, മുട്ട പൊരിച്ച് ചോറ്റുപാത്രത്തിൽ വെച്ച് പാക്ക് ചെയ്ത് ഞാൻ ഇറങ്ങുമ്പോ മിറ്റം വരെ എന്റെ ബാഗ് പിടിച്ച് എന്നെ സ്നേഹിച്ചു കൊണ്ട് നടന്നവൾ. ഞാൻ 4 മണിക്ക് വന്നില്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് വരെ അവള് നടന്നു വരും. ഇട്ട നൈറ്റി കൊണ്ട്, അവള് ഇട്ടിരിക്കുന്ന ആ നൈറ്റി കൊണ്ട് ബസ് സ്റ്റാൻഡ് വരെ നടന്നു വരും. അവള് എന്നെ തിരിച്ചു വിളിക്കും. ഞാൻ വരുമ്പോൾ അവള് എന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ഈ ജോലിയേക്കാളും ഈ പണത്തെക്കാളും ഈ പെൻഷനേക്കാളും വലുത് എന്റെ പ്രിയപ്പെട്ടവളാണ്. പ്രിയപ്പെട്ട വാസ്തവത്തിൽ അതല്ല ജീവിതം. നമ്മുടെ ലൈഫ് ആ ഒരു ചുരുങ്ങിയ നിമിഷങ്ങളാണ് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നത്. 100 വയസ്സ് നമുക്കെല്ലാം ജീവിക്കാൻ ദൈവം ഭാഗ്യം തരട്ടെ. ഈ 100 വയസ്സ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ നിമിഷമാണ്, പെട്ടെന്ന് തീർന്നു പോകും. ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിൾ, ലളിതമാണ് സുന്ദരം കേട്ടോ. ലളിതം സുന്ദരം, ഈ പദം ഒരിക്കലും മറക്കല്ലേ. നിങ്ങൾ ലളിതമാകൂ, നിങ്ങൾ സുന്ദരനാണ്, നിങ്ങളുടെ മക്കൾ സുന്ദരനാണ്, നിങ്ങളുടെ കുടുംബങ്ങൾ സുന്ദരമാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഡിയർ ഷിബി ആൻഡ് ദ ഹോൾ ടീം, മല്ലു കഫേ ടീം, ഹൂസ്റ്റൺ നഗരത്തിന്റെ ഇവിടെ ഹൂസ്റ്റൺ നഗരം മുഴുവൻ നമുക്ക് കാണാം അല്ലേ, കംപ്ലീറ്റ് കാണാം, എല്ലാം കാണാം. 11ാമത്തെ നിലയാണ്. ബ്യൂട്ടിഫുൾ ഇവിടുത്തെ എല്ലാ നന്മകളും നേരുന്നു. ഒരുപാട് ഇത് വളരും കേട്ടോ. കാരണം ഇത് ഞാൻ വളരുവാൻ ആശംസിക്കുമല്ല, ഇത് വളർന്നേ പറ്റും. കാരണം ഇനി ഒരു അടുത്ത റേഡിയോ യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഒരുപാട് റേഡിയോകൾ വരുന്നു.
നിങ്ങൾക്ക് ഹൂസ്റ്റൺ മാത്രമല്ല കാലിഫോർണിയയിലും ന്യൂയോർക്കിലും എല്ലാ സ്ഥലങ്ങളിലും ഓഫീസുകൾ ഉണ്ടാകട്ടെ, സ്റ്റാഫുകൾ ഉണ്ടാകട്ടെ, ലോകം മുഴുവൻ നിങ്ങൾ ഫേമസ് ആകട്ടെ. അതൊക്കെ നന്മയാണ്. പ്രസിദ്ധരാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹോൾ ടീം മല്ലിക് കഫേ, ബ്രദർ റോയ് സർ ആൻഡ് ഷിബി ആൻഡ് ഇന്നൊരു ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ ഞാൻ കരുതുകയാണ് താങ്കൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നത്. താങ്കൾ ഇതേപോലെ ഞങ്ങളുടെ ലിസണേഴ്സിന് വേണ്ടി സംസാരിച്ചത്. ഈ ഒരു പ്ലാറ്റ്ഫോമില് ഞാൻ ഷോ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞാനോ കുറയണം, നീയോ വളരണം. സോ ആ നീ എന്റെ ദൈവമാണ്. സോ എപ്പോഴും അത് തന്നെയാണ് എന്റെ ലക്ഷ്യവും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു കരുണയാണ്. ഞാൻ രാവിലത്തെ സെഗ്മെന്റിൽ പറഞ്ഞ താങ്കളും അത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. സോ സന്തോഷം എവിടെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കുറയുന്നുണ്ടെങ്കിൽ നമുക്കുള്ള കാര്യങ്ങളിൽ നമുക്ക് നന്ദിയില്ലായ്മ ഉള്ളപ്പോഴാണ് നമ്മുടെ സന്തോഷം കുറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദിസ് എ ക്രിസ്ത്യൻ സോങ്. പക്ഷെ ഇത് കുടുംബത്തെ പറ്റിയുള്ള പാട്ടാണ്. കുടുംബം ഇമ്പമുള്ളതാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. സോ ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ ബൈ ബൈ പറയുകയാണ്. അടുത്ത ആഴ്ച ദൈവസഹായിച്ചാൽ കാണുന്നത് വരെ എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിച്ചുകൊണ്ട് ഒരു ഹൃദയത്തിൽ നിന്നും ഞങ്ങളുടെ പ്രത്യേക സ്നേഹം താങ്കൾ ജെറി പൂവക്കാലയ്ക്ക് നാട്ടിലൊക്കെ ചങ്ങനാശ്ശേരി, തിരുവല്ല ഏരിയയിലൊക്കെ വരുവാണെങ്കിൽ വിളിച്ചോളൂ. എനി ഹെൽപ്പ് വി ക്യാൻ ഡു ഫോർ എനിബഡി. താങ്കളുടെ പുസ്തകം എത്രയും പെട്ടെന്ന് പബ്ലിഷ് ചെയ്യപ്പെടട്ടെ. ആദ്യത്തെ കോപ്പി 25,000 കോപ്പിയാണ്. 10,000 ലക്ഷം കോടി ആൾക്കാരെ ഞാൻ ആ ബ്ലെസ്സിംഗ് വെക്കുമ്പോ നമ്മൾ പറഞ്ഞു ഐ റിസീവ് ഇറ്റ്, ഞാൻ അത് ഏറ്റെടുക്കുന്നത്. ആകട്ടെ, എല്ലാ ആശംസകളും താങ്കളെയും കുടുംബത്തെയും ദൈവം ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മളെ കേൾക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാരെയും ദൈവം ധാരാളം ധാരാളം ലോകം മുഴുവൻ സുഖം പകരട്ടെ ദൈവമേ. അതാണ്. ഇത് മല്ലിക് കഫേ മലയാളം റേഡിയോ, മലയാളത്തിന്റെ അമേരിക്കൻ സ്വരം. ഞാൻ നിങ്ങളുടെ പ്രിയ ഷിബി ഓൺ എ മിഷൻ ടു സ്പ്രെഡ് സ്മൈൽ, ജോയ് ആൻഡ് പോസിറ്റിവിറ്റി. ഇത് മല്ലിക് കഫേ മലയാളം റേഡിയോ അറ്റ് 103.3 FM, മലയാളത്തിന്റെ അമേരിക്കൻ സ്വരം. News, music, fun and facts with RJ Shibi and friends. We are powered by Sijo Vadakan, Trinity Texas Realty, now selling in Dubai too. We are co-powered by Renju Raj, Windsor Home Lending, Surface Detox, Shower Care. Phone number 281-407-0709. Tribo's Peri Peri Chicken, Amira Spa and Salon, Missouri City, Texas. Daily Fresh Delicious Indian Takeout Kitchen, Missouri City, Texas. Kerala Mapula Group of North America Silver Jubilee Convention Houstonilലാണ് നടക്കുന്നത്. ടെക്സസിൽ KMG നോർത്ത് അമേരിക്ക സിൽവർ ജൂബിലി നവംബർ 27, 28, 29, 30 തീയതികളിൽ. ഇത് Margaritaville Lake Resort, Lake Conroe, Houston, Texas, hosted by Ideal Friends Texas. ഇതിന്റെ ഡീറ്റെയിൽസ് മോർ അറിയാനായി 713-367-3343 എന്ന നമ്പറിലോ 832-881-5336 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. കേരള മോപ്പുല ഗ്രൂപ്പ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സിൽവർ ജൂബിലി കൺവെൻഷന്റെ എല്ലാ ആശംസകളും. ഞാൻ ഈ പാട്ട് പ്ലേ ചെയ്യാണ്. ഈ പാട്ട് മുഴുവൻ എനിക്കിന്ന് പ്ലേ ചെയ്യാൻ പറ്റിയില്ല. ഓൾമോസ്റ്റ് 10 o'clock ആയി. നിങ്ങൾ യൂട്യൂബിൽ പോയി ഈ പാട്ട് കേൾക്കണം. വളരെ ഒരു എനർജിയും ഉത്സാഹമൊക്കെ തരുന്നൊരു പാട്ടുണ്ട്. നിങ്ങൾ കേൾക്കണം ഈ പാട്ട്. ലെറ്റ്സ് ലിസൺ ദിസ് ബ്യൂട്ടിഫുൾ സോങ്. കുടുംബോളിംബം. ദൈവമാണ് സ്ഥാപിച്ചിരിക്കുന്നത്.
ശാന്തിയും സമാധാനവും ഐശ്വര്യവും ആരെങ്കിലും വേദനയിലും നീറ്റലിലും ജീവിതം വല്ലാത്ത ബുദ്ധിമുട്ടിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് സമാധാനം നൽകണമേ ദൈവമേ. ലോകം മുഴുവൻ സുഖം പകരണമേ. ഞങ്ങളുടെ മലയാളികൾക്ക് സുഖം നൽകണമേ, ശാന്തി നൽകണമേ. ആമേൻ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും സ്ട്രഗിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ put God in your midst and everything else will fall into proper places. നന്ദി, നമസ്കാരം.